السلام عليكم ورحمة الله وبركاته. أشرف الخلق نبينا رسول الله صلى الله عليه وسلم തങ്ങൾ പഠിപ്പിച്ച ഇസ്ലാമിന്റെ തനതായ രൂപത്തെ താറുമാറാക്കിക്കൊണ്ട് അറിവില്ലാത്ത സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള പുത്തൻ ചിന്താഗതിക്കാരുടെ ചില ശ്രമങ്ങൾ ഇവിടെ നടന്നു എന്നതുകൊണ്ടാണ്. നമുക്കൊക്കെ അറിയാം, വഹാബി പ്രസ്ഥാനത്തിൽ ഇന്ന് നിലകൊള്ളുന്നവരിൽ ശക്തമായ ഭാഷയിൽ സംസാരിക്കുന്ന രണ്ടു പേരിൽ ഒരാളാണ് ഇവിടെ സംസാരിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം. അതായത് മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രസംഗമാണ് ഇവിടെ നടന്നത്. സുന്നി പ്രസ്ഥാനത്തിനെതിരിൽ ശക്തമായ വിമർശനം നടത്തുന്ന ഒരാളാണ് ഈ ബാലുശ്ശേരി എന്ന് പറയുന്ന വ്യക്തി. അതുപോലെ തന്നെ സക്കരിയ സ്വലാഹി എന്ന് പറയുന്ന മറ്റൊരു വ്യക്തി. ഞാൻ കൂടുതലൊന്നും പ്രസംഗ പരിപാടിക്ക് പോകുന്ന വ്യക്തിയല്ല. കാരണം ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് തന്നെ. എന്നിരുന്നാലും സക്കരിയ സ്വലാഹി അതുപോലെ ബാലുശ്ശേരി ഇവ രണ്ടാളും പ്രസംഗിച്ച സ്ഥലത്ത് ഒരു ചാൻസ് കിട്ടിയാൽ ഞാൻ കഴിയുന്നതും എത്തിപ്പെടാറുണ്ട്. കാരണം തിരിച്ചടിക്ക് എന്തെങ്കിലും ഒരു വകയുള്ളത് ഉരുട്ടിവിടാൻ ഇവർ രണ്ടാളും വലിയ കേമന്മാരാണ്. സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെയും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെയും സുന്നി വിശ്വാസ ആചാരങ്ങളെയും വളരെ വികലവും വികൃതവുമായ രൂപത്തിൽ അവതരിപ്പിക്കാൻ കച്ചകെട്ടിയിറങ്ങിയ ഇവരെ ഒരൽപ്പമെങ്കിലും മര്യാദ പഠിപ്പിച്ചതും ഞാൻ തന്നെയാണ്. കാരണം താനാളൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഞാനും സക്കരിയ സ്വലാഹിയും 4-5 പ്രാവശ്യം ശക്തമായ ഏറ്റുമുട്ടൽ നടത്തി. കാരന്തൂരിലെ അതിരൂപതയുടെ മേജർ ആർച്ച് ബിഷപ്പ് ശ്രീമാൻ കാന്തപുരം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസംഗമായിരുന്നു സക്കരിയ സ്വലാഹി താനാളൂരിൽ ആദ്യമായി അവതരിപ്പിച്ചത്. സ്വലാഹിയുടെ നിർഭാഗ്യത്തിനോ എന്റെ ഭാഗ്യത്തിനോ എന്നറിയില്ല, അതിന്റെ മറുപടി പ്രസംഗം സംഘാടകരെ ഏൽപ്പിച്ചത് എന്നെയായിരുന്നു. അങ്ങനെ 4 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ശക്തമായ രൂപത്തിലുള്ള ഖണ്ഡന പ്രസംഗങ്ങൾ നടന്നു. അന്നത്തെ ശൈലിയും ഭാഷാപ്രയോഗവുമൊക്കെ സക്കരിയ സ്വലാഹി ഇന്ന് പാടെ മറന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ എന്റെ രാജ്യത്തിന്റെ അടുത്ത് കക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ബാലുശ്ശേരി എന്ന് പറയുന്ന
വഹാബി പ്രത്യക്ഷപ്പെടുകയുണ്ടായി. അവര് ഞാൻ ആദ്യമായിട്ടായിരുന്നു അയാളെ പ്രസംഗം കേൾക്കുന്നത്. ഇസ്ലാമിന്റെ മുഴുവൻ പണ്ഡിതന്മാരെയും ശക്തമായി താറടിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗം. ബഹുമാനപ്പെട്ട AP ഉസ്താദിനെ പിശാചെന്ന് വിളിച്ചുകൊണ്ട്, പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ ശൈത്താൻ എന്ന് വിളിച്ചുകൊണ്ട്, അതുപോലെ മുഴുവൻ സുന്നി പണ്ഡിതന്മാരെയും ശക്തമായി അവഹേളിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗം. ഞാൻ ആ പ്രസംഗത്തിന് ഒരു മറുപടി പ്രസംഗം നടത്തി. ആ മറുപടിക്ക് മറുപടിയായി വീണ്ടും ബാലുശ്ശേരി കക്കാട് വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് 33 വയസ്സായി. ഈ 33 വയസ്സിന്റെ ഇടക്ക് ഇതുപോലുള്ള ഒരു പ്രസംഗം ഞാൻ ആദ്യവരെ കേട്ടിട്ടില്ല. അത് മാത്രവുമല്ല, സുന്നി പണ്ഡിതന്മാരെ മുഴുവനും പിശാച്, അതുപോലെ തന്നെ ശൈത്താൻ എന്ന ഇബ്ലീസ് എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച ആ മനുഷ്യന്റെ അന്നത്തെ പ്രസംഗത്തില് AP ഉസ്താദ്, പേരോട് ഉസ്താദ്, ഇങ്ങനെ എല്ലാവരെയും ഉസ്താദ് ഉസ്താദ് എന്ന് പ്രയോഗിച്ചുകൊണ്ടാണ് കേൾക്കാൻ കഴിഞ്ഞത്. അതൊക്കെ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അയാൾ എന്നെ ബാക്കവി ഉസ്താദ് എന്നുവരെ വിളിച്ചുപോയി. കാരണം വഹാബി പ്രസ്ഥാനത്തിൽ ഒരു മാതിരിയൊന്നും എന്നെ ഉസ്താദ് എന്ന് വിളിക്കാറില്ല. പക്ഷേ അന്ന് ആദ്യമായിട്ട് ഈ ബാലുശ്ശേരി എന്നെ ഉസ്താദ് എന്നും കൂടി വിളിച്ചു. ഏതായാലും കിടക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസാചാരങ്ങൾ ഈ ലോകത്ത് പഠിപ്പിക്കുന്ന പണ്ഡിതന്മാരെ മുഴുവനും പരസ്യമായി താറടിക്കുക, ഇസ്ലാമിന്റെ വിശ്വാസാചാരങ്ങളെ ഒന്നൊഴിയാതെ കുതിര കയറി സാധാരണക്കാരായ ജനങ്ങളെ ഈമാനികമായി തെറ്റിപ്പിക്കാനും അവരുടെ വിശ്വാസാചാരങ്ങൾ അവരുടെ മനസ്സിൽ സംശയത്തോടെയുള്ള ഒരു നിരീക്ഷണത്തിലെത്തിക്കാനുമുള്ള കുൽസിത ശ്രമം നടത്തുന്ന ഒരു വിഭാഗം പ്രവർത്തകരിൽ അതികേമന്മാരായിരുന്നു ഇവർ രണ്ടുപേരും. അവരിലെ ഒരാളുടെ പ്രസംഗമാണ് ഈ പുളിക്കൽ നടന്നത്. നമുക്കറിയാം, കേൾക്കുന്നവർക്കൊക്കെ മനസ്സിലാകും ആ പ്രസംഗത്തിന്റെ ശൈലി. ഏതെങ്കിലും ഒരു വിഷയത്തിൽ അനിശ്ചിതമായിക്കൊണ്ട് ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു ഭ്രമണങ്ങളെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് അതിലൂടെ സത്യം അവതരിപ്പിച്ചു കൊടുക്കുന്ന ഒരു ശൈലിയോ, അതല്ലെങ്കിൽ പറയുന്ന വാക്കുകൾക്ക് എന്തെങ്കിലും ഒരു പ്രമാണം ഉദ്ധരിക്കുന്ന ശൈലിയോ ഇല്ലാതെ ഇന്ന് ആ മനുഷ്യന്റെ പ്രസംഗം പരിപൂർണമായും കാട് കയറിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് പറയുന്നത് എന്നോ, എന്താണ് തന്റെ വായിൽ നിന്ന് വരുന്നത് എന്നോ ഒന്നും ആ മനുഷ്യൻ ഇന്ന് ചിന്തിക്കാറില്ല. എന്തെങ്കിലും അങ്ങോട്ട് പറഞ്ഞു പോകുക. ഉദാഹരണമായി ഖലീൽ തങ്ങളോട് ദേഷ്യമുണ്ടെങ്കിൽ ഖലീൽ തങ്ങളെ കൊണ്ടുപോയിട്ട് ചങ്ങലക്കിടണം. എന്നിട്ടോ റൂമിന്റെ ഉള്ളിൽ കൊണ്ടുപോയി ചങ്ങലക്കിട്ട് ഭക്ഷണം കൊടുക്കണം, കുളിപ്പിക്കണം, വസ്ത്രം കൊടുക്കണം. കൊല്ലാൻ പാടില്ല. ഒരു ഔദാര്യം, ഒരു മഹത്തായ ഔദാര്യം. ഇതൊക്കെ ചെയ്താലും വേണ്ടില്ല, കൊല്ലാൻ പാടില്ല. എന്നിട്ട് അവരങ്ങനെ കിടക്കട്ടെ, അവരങ്ങനെ അതിന്റെ ഉള്ളിൽ കിടന്ന് നരകിച്ചു മരിക്കട്ടെ. അപ്പോഴേ ഇവിടെ സുന്നത്തിയമായിട്ടുണ്ടാകൂ, അപ്പോഴേ ഇവിടെ ഇസ്ലാം ഉണ്ടാകൂ എന്നിത്യാദി ഭീകര സ്വഭാവങ്ങൾ ഉളവാക്കുന്ന വാക്കുകൾ പറയുകയല്ലാതെ ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു വിശ്വാസാചാരങ്ങൾ സുന്നത്തിയമാന്റെ പണ്ഡിതന്മാർ അവതരിപ്പിക്കുമ്പോൾ അതിനെ പ്രാമാണികമായി നേരിട്ടുകൊണ്ട് അതിനെന്തെങ്കിലും തകരാറ് ഔദ്യോഗികമായി ചൂണ്ടിക്കാട്ടുന്ന ഒരു സ്വഭാവം അല്ല ഇന്ന് ഈ ബാലുശ്ശേരി എന്ന് പറയുന്ന വ്യക്തിയിൽ പ്രകടമാകുന്നത്. ഇങ്ങനെയുള്ള ഭീകര സ്വഭാവം ഉളവാക്കുന്ന പ്രസംഗങ്ങൾ, മർക്കസ് സഖാഫത്ത് സുന്നിയ അടച്ചുപൂട്ടണം,
ഒരൊറ്റ സഖാഫിമാർക്കും ഇനി മുതൽ ആ സനത് കൊടുക്കാൻ പാടില്ല. സഖാഫിമാർ ഒറ്റ പള്ളിയിലും കയറ്റാൻ പാടില്ല. സകല സഖാഫിമാരെയും കൊണ്ടുപോയി ജയിലടക്കണം. അങ്ങനെ എല്ലാ സഖാഫിമാരെയും ബന്ധിച്ച് മർക്കസ് സഖാഫത്ത് സുന്നിയൊക്കെ ശീലിവെച്ച് ആ സ്ഥാപനം അങ്ങ് പൂട്ടിക്കഴിഞ്ഞാൽ 10 കൊല്ലം കൊണ്ട് കേരളം ഞങ്ങൾ ഇസ്ലാമിന്റെ രാജ്യമായി അരാജ്യമാക്കി മാറ്റിത്തരാം എന്നൊക്കെയാണ് പ്രസംഗം. ഇതൊക്കെ ഇന്നത്തെ ഈ യുഗത്തിന് പറയാൻ പറ്റിയ ഒരു പ്രസംഗമാണോ? അല്ലെങ്കിൽ ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു വിഭാഗം ജനങ്ങളാണോ ഇന്ന് ഈ ലോകത്ത് ജീവിക്കുന്നത്? അപ്പൊ പ്രസംഗിക്കുന്നത് എന്ത് എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാതെ തികച്ചും കാട് കയറിയ ഒരു സ്വഭാവത്തിലൂടെയുള്ള പ്രസംഗമാണ് മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന വഹാബി ഭീകരൻ ഇന്ന് കേരളത്തിലൂടെ നീളം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ള സഹോദരന്മാരെ, ചിന്തിക്കണം. പക്ഷേ അദ്ദേഹം പല സ്ഥലങ്ങളിലും പാവമാകാറുണ്ട്, പച്ചപ്പാവം. ചില സ്ഥലങ്ങളിൽ അദ്ദേഹം സുന്നികളെ പേടിക്കുന്നു, ചില സ്ഥലങ്ങളിൽ അദ്ദേഹം സുന്നിക്കാരെ പേടിക്കുന്നു, ചില സ്ഥലങ്ങളിൽ അദ്ദേഹം പല രാഷ്ട്രീയക്കാരെയും പേടിക്കുന്നു. ഇങ്ങനെ പല സ്വഭാവമുണ്ട്. ഉദാഹരണമായി നാം ശ്രദ്ധിക്കുക, കക്കാട് വെച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന കന്നഡ പ്രസംഗത്തിനിടയ്ക്ക് ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, നിങ്ങളടുത്തേക്ക് ഞങ്ങൾ വരാത്ത ഞങ്ങൾക്ക് പേടിയാണ്, നിങ്ങൾ കത്തിയൊക്കെ ആയിട്ട് വന്ന് നിങ്ങൾ കുത്തിക്കൊല്ലൂലാന്ന് ഞങ്ങൾക്ക് ഭയപ്പാടുണ്ട്. കാരണം ഞാൻ ഈ ലക്ഷദ്വീപ് പോയപ്പോ അംസമുസ്ലിയാർ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് ചേകന്നൂർ മൊയ്ലീനൊക്കെ വന്നേ. അങ്ങനത്തെ ആളുകൾ നയിക്കുന്ന ഒരു പ്രസ്ഥാനങ്ങൾ അതുകൊണ്ട് നേരിട്ട് ഞങ്ങൾ അങ്ങോട്ട് വന്നാൽ നിങ്ങൾ കുത്തിയെ ബോംബ് ഉപയോഗിക്കുകയെന്ന് പറയാൻ ഞങ്ങൾക്ക് വയ്യ, തലക്ക് കമ്പിയെത്തി കൊന്നവരാ നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു ഭയപ്പാടുണ്ട്. നിങ്ങളടുത്തേക്ക് ഞങ്ങൾ വരാത്ത ഞങ്ങൾക്ക് പേടിയാണ്, നിങ്ങൾ കത്തിയൊക്കെ ആയിട്ട് വന്ന് നിങ്ങൾ കുത്തിക്കൊല്ലൂ. അതാണ് മൂപ്പർക്ക് ഇടയ്ക്ക് പേടിയുണ്ടാവും. തൗഹീദ് 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 അതാണ് പോലെ പ്രചരണം. തൗഹീദിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്, തൗഹീദിന്റെ പ്രചരണത്തിന് വേണ്ടി. തൗഹീദ് എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ തൗഹീദ്? സാധാരണ നമ്മളൊന്നും പഠിപ്പിക്കുന്ന തൗഹീദല്ല. ഖുർആനും ഹദീസും കൊണ്ട് കടഞ്ഞിട്ട് അതിന്റെ സത്ത മാത്രം എടുക്കുകയാണ്. എന്നിട്ട് ആ സത്ത അതാണ് തൗഹീദ് എന്ന പേരിൽ എന്ത് ചെയ്യണത്? കലക്കി കൊടുക്കണേ. ഇസ്ലാമിന്റെ മുഴുവൻ പ്രവാചകന്മാരുടെയും പാരമ്പര്യം ഇവർക്ക് പറയാനുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെയും മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെയും ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെയും തുടങ്ങി 1,00,000-ൽ പരം വരുന്ന മുഴുവൻ പ്രവാചകന്മാരുടെയും പാരമ്പര്യമൊക്കെ ഇവർക്ക് പറയാനുണ്ട്. എന്നിരുന്നാലും ചില സമയങ്ങളിൽ ഇവർക്കൊരു പേടി തൗഹീദ് പ്രചരണത്തിൽ. ഈ പേടി എന്തുകൊണ്ടാണെന്ന് അവർ തന്നെയാണ് അതിനെന്ത് ചെയ്യേണ്ടത്? മറുപടി പറയേണ്ടത്. സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസികളായ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ ഏതെങ്കിലും നിലക്ക് മറ്റ് ചിന്താഗതിക്കാരെയോ മറ്റുള്ള പ്രവർത്തകന്മാരെയോ ഒരു ഭീഷണിയുടെ രൂപത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള രൂപത്തിലോ ഇതുവരെ നേരിട്ടിട്ടില്ല. അങ്ങനെ നേരിടുന്നത് ഇസ്ലാമുമല്ല, മറിച്ച് ഇസ്ലാമിന്റെ നയം അത് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 14 നൂറ്റാണ്ടുകൾക്കപ്പുറം പഠിപ്പിക്കുകയും ബഹുമാനപ്പെട്ട നബിയിൽ നിന്ന് അനുഭവത്തിലൂടെ പഠിച്ച സ്വഹാബാ കിറാം അക്കാര്യം വളരെ വ്യക്തമായി പഠിക്കുകയും അവർ പഠിപ്പിക്കുകയും അവർ താബീങ്ങൾക്ക് കൈമാറുകയും താബീങ്ങളും താബികളുമായിട്ട് 14 നൂറ്റാണ്ട് കാലത്തെ ചരിത്ര പാരമ്പര്യത്തോടുകൂടി 21-ാം നൂറ്റാണ്ടിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശം നമ്മുടെ കൈകളിലെത്തുമ്പോൾ അവിടെ ഭീഷണിയോ അക്രമമോ അതുപോലുള്ള മറ്റുള്ള യാതൊന്നും നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. അതേസമയം ഇസ്ലാമിന്റെ തനതായിരിക്കുന്ന രൂപം അത് അതിൻ്റെതായ ശൈലിയിൽ അവതരിപ്പിക്കുമ്പോൾ സത്യം മനസ്സിലാക്കേണ്ടവന്, സത്യം അംഗീകരിക്കേണ്ടവന് തീർച്ചയായിട്ടും അതിലേക്ക് കടന്നു വരാൻ കഴിയും. പക്ഷേ ഇതുപോലുള്ള ഭയം ചില സമയങ്ങളിൽ ഇവർക്ക് ഉണ്ടാകുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അത് എന്തെങ്കിലും ചെറിയ തകരാറ് ചെറുപ്പത്തിൽ തന്നെ നടന്നിട്ടുണ്ടോ? അതാണ് ഈ ഒരു ഭയം ഉണ്ടാകാൻ കാരണം. മഹാന്മാരായ പല ആൾക്കാരുടെയും ചരിത്രത്തില് പല മഹാന്മാരുടെയും ചരിത്രത്തിലൊക്കെ കാണാൻ കഴിയും. എന്ത് ചിലപ്പോ ഹറാമായിരിക്കുന്ന ഒരു കാരക്ക തിന്നുപോയി ജീവിതത്തിൽ എപ്പോഴെങ്കിലും അറിയാതെ തിന്നു. അങ്ങനെയുള്ള കാരണങ്ങളെ കൊണ്ടിട്ടൊക്കെ ചില സമയങ്ങളിൽ ഇബാദത്തിനോടൊക്കെ മടുപ്പും വെറുപ്പും ഇബാദത്തിനോടൊരു മടിയൊക്കെ ഉണ്ടാകുന്നതായിട്ട് പല മഹാന്മാരുടെയും ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെ എന്തെങ്കിലും കാര്യമായ ഒരു തകരാറ് ഉള്ളത് കൊണ്ടിട്ടാണ് ഇവര് തന്നെ കൊത്തിഘോഷിക്കുന്ന തൗഹീദ് പ്രചരിപ്പിക്കാൻ ഇവർക്ക് തന്നെ പേടി തോന്നുന്നത്. അതിന്റെ കാരണം മറ്റൊരു ക്ലിപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അറിയോ, അങ്ങനെ ഉണ്ടാക്കിയതാ ഈ പ്രസ്ഥാനം.
അല്ലാണ്ട് നിങ്ങൾ വിചാരിച്ചത് മാതിരി മൗലൂദ് കഴിക്കുക, റാത്തീബ് കഴിക്കുക, 7 കഴിക്കുക, 3 കഴിക്കുക, 90 കഴിക്കുക, ആണ്ട് കഴിക്കുക, നീർച്ച കഴിക്കുക, സകലം കഴിക്കുക, ഉള്ളോട്ട് തന്നെ കഴിക്കുന്നു. ഇസ്ലാമുള്ള ഏതെങ്കിലും കാര്യം കഴിക്കുക അറിയാറുണ്ടോ? നമസ്കാരം കഴിക്കുക അറിയാമെങ്കിലും ഉണ്ടോ? ഹജ്ജ് കഴിക്കുക എന്നറിയോ? സക്കാത്ത് കഴിക്കുക അറിയോ? നോമ്പ് കഴിക്കുക എന്നറിയാമെങ്കിലും ഇല്ലല്ലോ. നോമ്പ് നോൽക്കലല്ലേ, ഹജ്ജ് നിർവഹിക്കലല്ലേ, സക്കാത്ത് കൊടുക്കലല്ലേ, ഇതൊക്കെ കഴിക്കല ഇസ്ലാമില്ലാത്തൊക്കെ. അതാണ് പറയുന്നത്. ഇസ്ലാമിലുള്ള ഒരു കാര്യവും കഴിക്കാന്ന് പറയാൻ പാടില്ല. നിസ്കാരം കഴിക്കുക, നോമ്പ് കഴിക്കുക, ഹജ്ജ് കഴിക്കുക, ഇങ്ങനെയൊന്നും ആരും പറയാറില്ല. അതേസമയം മൗലൂദ് കഴിക്കുക, റാത്തീബ് കഴിക്കുക, ഹത്താദ് കഴിക്കുക, കുതുബിയത്ത് കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും ഉള്ളോട്ട് കഴിക്കണം. അപ്പൊ കഴിക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഉള്ളോട്ട് കഴിക്കൽ നിർബന്ധമാണ്, അല്ലാത്തതിനെ പറ്റി കഴിക്കുക എന്ന് പറയാൻ പാടില്ല. ഇതാണ് ഈ വഹാബിയുടെ പ്രസംഗത്തിന്റെ ആകത്തുക. അപ്പൊ നമ്മൾ ഇവിടുത്തെ സുന്നികൾ മാത്രമല്ല, വഹാബികളും മൗദൂദികളും എല്ലാവരും പറയുന്ന ഒരു വാക്കാണ് മാർക്കം കഴിക്കുക എന്നുള്ളത്. അപ്പൊ മാർക്കം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഇവരുടെ നിയമം അനുസരിച്ച് ആ ചെറുപ്പത്തിൽ ആ വെട്ടിയ പീസ് ഉള്ളോട്ട് കഴിക്കണം, അല്ലാതെ രക്ഷയില്ല. ഈ പറഞ്ഞ നിയമം അനുസരിച്ച് ചെറുപ്പത്തിൽ മാർക്കം കഴിച്ചു എന്ന് പറഞ്ഞാൽ ആ വെട്ടിയ പീസ് ഉള്ളോട്ട് കഴിച്ചു, ആ പീസ് പള്ളയിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഈ ഭയം നിങ്ങൾക്കുണ്ടാകുന്നത്. ഭയം മാത്രമല്ല, ഇസ്ലാമിന്റെ മുഴുവൻ നിയമങ്ങളും ഏത് കാര്യങ്ങളിലും ഏത് മേഖലയിലും നിങ്ങൾക്കുണ്ടാകുന്ന ഈ വിമ്മിഷ്ടവും വെറുപ്പും ഈ ഒരു പീസ് വെട്ടിവിഴിഞ്ഞ ഒറ്റ കാരണം കൊണ്ടാണ് ഖിയാമത്തിനാൾ വരെ ഈ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇല്ല നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് ഞാൻ പരസ്യമായി പറയും. ഇതാണ് ആദ്യത്തെ കുഴപ്പം. മനസ്സിലായില്ലേ? ഇത് അന്ന് വെട്ടിവിണിങ്ങിപ്പോയി, ഇനി രക്ഷയില്ല. അല്ലെങ്കിൽ പിന്നെ മറുപടി പറയണം, അല്ലെങ്കിൽ തിരുത്തണം. കഴിക്കുക എന്ന് പറഞ്ഞാൽ മുഴുവനായി പെടുത്താൻ പാടില്ല, ഒന്ന് തിരുത്തേണ്ടി വരും. ഒന്ന് മറ്റേ തിരുത്തലുണ്ടല്ലോ, ഒരാൾ അമേരിക്കയിൽ പോയി വന്ന് കണ്ട് പറഞ്ഞു അമേരിക്കയിൽ എല്ലാവരും മൂക്കുകൂടിയാണ് തിന്നത്, അതിലെല്ലാരും കൂടി അവന്റെ നേരക്ക് കൂടി, അങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ അവസാനം കുഴഞ്ഞപ്പോൻ പറഞ്ഞ് അങ്ങനെ മൂക്കുകൂടിയല്ല, കുറച്ച് താഴത്ത് കൂടി. ഇതുപോലുള്ള ഒരു തിരുത്തെങ്കിലും തിരുത്തേണ്ടി വരും, അല്ല ഞാൻ പിന്നെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. മാർക്കം കഴിക്കാന്ന് പറഞ്ഞു. അതുപോലെ സാധാരണ അത് ചെറുപ്പത്തിലുള്ളത്, പിന്നെ ഒരു 20, 20, 25 വയസ്സാകുമ്പോ പിന്നെ മറ്റൊന്ന് കല്യാണം കഴിക്കാന്ന് പറഞ്ഞ ഇവിടെ കൊടുന്ന് വിടുങ്ങാണ് തന്നെ. അങ്ങനെ ഇനി എവിടെയെങ്കിലും പെൺകുട്ടികൾ അപ്രത്യക്ഷമായാൽ പരിശോധിക്കേണ്ട, തെരഞ്ഞു നടക്കേണ്ട, വെട്ടി മുറുക്കി വിഴുങ്ങിയിട്ടുണ്ടാവും. നിയമം അനുസരിച്ച് അത് വെട്ടി വിഴുങ്ങണമല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള വിഡ്ഢിത്തരങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു വിഭാഗം നിങ്ങൾ മനസ്സിലാക്കണം. ഇതാണ് ചെറുപ്പം മുതലേ ഈ വിഭാഗത്തിന്റെ സ്വഭാവം. ഇതൊക്കെ ഈ കോലത്തിൽ പ്രസംഗിക്കുന്ന ഒരു വിഭാഗം എത്രമാത്രം ബുദ്ധിയുള്ളവരാണ് എന്ന് മറുപടി ഒന്നും പറയട്ടെ. ഞാനൊന്നും ഇവിടെ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല, ഞാൻ വളരെ ക്ഷീണിതനാണ്. ഏതായാലും കുറഞ്ഞ കാര്യങ്ങൾ ഞാനിവിടെ പറയും. അതിനൊരു വ്യക്തമായ മറുപടി ഈ നാട്ടിലെ, ഇവിടെ വഹാബികൾ കൂടുതലുള്ള നാടാണ് എനിക്കറിയാം. ഞാനൊരു 10-15 വർഷങ്ങൾക്കപ്പുറം ഞാൻ ഇതിന്റെ അടുത്ത് നമ്മുടെ പുളിക്കൽ വലിയ പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് മുദരിസായി ജോലി ചെയ്തിട്ടുണ്ട്. ആ കാലഘട്ടത്തിലൊക്കെ എനിക്ക് ഇവിടെയുള്ള വഹാബികളെ കുറിച്ചും വഹാബികളുടെ നിലപാടുകളെ കുറിച്ചും ഒക്കെ എനിക്ക് ശരിക്കറിയാം. വഹാബികൾ നിറഞ്ഞു നിൽക്കുന്ന നാട്. അപ്പൊ ഈ നാട്ടില് ഞാൻ ഇങ്ങനെ പ്രസംഗിക്കുന്നുണ്ട്. ആ പ്രസംഗത്തിന്റെ ഒരു മറുപടി ഈ നാട്ടിൽ തന്നെ ഉണ്ടാകണം ഇൻഷാ അല്ലാഹ്. അത് ബാലുശ്ശേരിയെ കൊണ്ടോ ജക്കരിയാത്തുലാഹിയെ കൊണ്ടോ നിങ്ങൾ നടത്തണം. എന്നിട്ട് ഇനിയും ഒരു പ്രസംഗം നടത്താനുള്ള ഒരു അവസരം എനിക്കിവിടെ കിട്ടണം ഇൻഷാ അല്ലാഹ്. അന്ന് വഹാബിസം എന്ന് പറയുന്ന പ്രസ്ഥാനത്തെയും അതിന്റെ മുഴുവൻ നേതാക്കന്മാരെയും പച്ചയായി ജനമധ്യത്തിൽ അവരുടെ കാപ്പറ്റത്തിന്റെ മുഖമൂടി വലിച്ചൂരി വഹാബിസം എന്ന് പറയുന്നത് എന്താണ് എന്ന് ഈ നാട്ടുകാരുടെ മുമ്പിൽ തെളിയിച്ചു കൊടുത്തിട്ടല്ലാതെ ഞാൻ തിരിച്ചു പോവുകയില്ല എന്ന് ഇന്ന് ഞാൻ പരസ്യമായി പറയും. എനിക്കതിന് യാതൊരു മടിയില്ല. ഇന്ന് ഞാൻ പൂർണ്ണമായും ക്ഷീണിതനാണ്. ഒരാളെ പകരമായി വിടാൻ കിട്ടാത്തത് കൊണ്ട് കയറി വന്നതാണെന്ന് സത്യത്തിൽ പറഞ്ഞാൽ. അപ്പൊ പ്രിയമുള്ള സഹോദരന്മാരെ, കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാം. അപ്പൊ നിങ്ങൾക്കിപ്പോ മനസ്സിലാക്കാൻ കഴിഞ്ഞു ചെറിയ തോതിൽ ഈ ഭാഗത്തിന്റെ ഒരു സ്വഭാവം. ഇനി നമ്മളൊക്കെ ഇവിടെ ഇസ്ലാമിന്റെ കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്നത് എന്തിനാ? ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആ പ്രവാചകർക്ക് മുമ്പ് ലക്ഷത്തിൽ പരം വരുന്ന പ്രവാചക ശൃംഖല, അവരൊക്കെ ഇസ്ലാമിന്റെ തനതായ രൂപം ഈ ലോകത്തിന് മുമ്പിൽ പഠിപ്പിച്ചു.
ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം മുതൽ ഒരുപാട് പ്രവാചകന്മാർ, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള ഒരുപാട് പ്രവാചകന്മാർ ഈ ലോകത്ത് ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ചു. എന്താ അവർക്ക് പറയാനുള്ളത്? അധർമ്മത്തിന്റെ വഴിയിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കണം. ഈ ലോകത്തെ ജീവിതം മാത്രമല്ല, മനുഷ്യന് പരലോകമെന്ന് പറയുന്ന ദീർഘമായ ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ് മനുഷ്യന് പ്രധാനമായി മനുഷ്യൻ പരിഗണിക്കേണ്ടത്. ആ ജീവിതമാണ് മനുഷ്യൻ പ്രധാനമായും പരിഗണിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടുള്ള ഒരു സുന്ദരമായ ആദർശ പ്രചരണമാണ് എല്ലാ പ്രവാചകന്മാരും ഇവിടെ നടത്തിയത്. നാം മനസ്സിലാക്കുക, ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിന്റെ സന്ദേശം ഇവിടെ നടത്തി. ഈ ലോകത്തെ ജീവിതം അവസാനിക്കുമ്പോ പരലോകത്ത് മറ്റൊരു ജീവിതമുണ്ട്. ആ ജീവിതത്തിലേക്കുള്ള ആദ്യത്തെ വീടാണ് ഖബർ എന്ന് പറയുന്നത്. അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ഖബർ എന്ന് പറയുന്നത് പരലോക ജീവിതത്തിലെ ആദ്യത്തെ ഗേഹമാണ് എന്ന് ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി ഈ ലോകത്തെ പഠിച്ചു. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവർ കാണുന്ന സമയത്ത് പൊട്ടിക്കരയുകയായിരുന്നു. എന്താണ് അവർക്ക് പറയാനുള്ളത്? ആദ്യത്തെ പരലോകത്തെ ആദ്യത്തെ ഗേഹമാണിത്. ഇവിടെ രക്ഷപ്പെട്ടാൽ അവിടെ നിന്ന് അങ്ങോട്ട് എല്ലാ സ്ഥലങ്ങളിലും രക്ഷപ്പെട്ടു പോയി. ഇവിടെ പരാജയപ്പെട്ടാൽ പിന്നെ അങ്ങോട്ടുള്ള മുഴുവൻ ജീവിതവും പരാജയപ്പെട്ടു പോകുമെന്ന് മനസ്സിലാക്കി ബഹുമാനപ്പെട്ടവർ കരഞ്ഞു. ഇതൊരു ചരിത്ര യാഥാർത്ഥ്യം. ഈ ഒരു രക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മളൊക്കെ ഇവിടെ പ്രവർത്തിക്കുന്നതും നമ്മളൊക്കെ ഇവിടെ പ്രസംഗിക്കുന്നതും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തന്റെ സമുദായം 73 പാർട്ടികളായി തിരിയുമെന്നും അതിൽ ഒരൊറ്റ പാർട്ടി ഒഴിച്ച് മറ്റെല്ലാവരും നരകത്തിലാണ് എന്നും ഒരൊറ്റ പാർട്ടി മാത്രമാണ് സ്വർഗത്തിൽ എന്നും പറയുകയുണ്ടായി. നബി സഹാബത്ത് ചോദിച്ചു, നബിയെ, ആരാണ് ആ സ്വർഗാവകാശികൾ? ഞാനും എന്റെ സഹാബത്തും പഠിപ്പിച്ച ആ സൽസരണിയിലൂടെ ജീവിക്കുന്നവരാരോ അവരാണ് സ്വർഗാവകാശികൾ. എന്തേ റസൂലുള്ളാഹി പറഞ്ഞതിന്റെ താല്പര്യം? 72 പാർട്ടിക്കാരും നരകക്കാരും, ഒരു പാർട്ടിക്കാരാണ് സ്വർഗക്കാർ. ആ സ്വർഗത്തിന്റെ അവകാശികൾ നബിയും സഹാബത്തും പഠിപ്പിച്ചെന്ന വഴിയിലൂടെ ചലിച്ചവർ. അപ്പൊ നബിയും സഹാബത്തും പഠിപ്പിച്ചെന്ന വഴിയിലൂടെ ചലിക്കുകയും അതുവഴി സ്വർഗം കരസ്ഥമാക്കുകയും വേണം. ഇതിനു വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഇസ്ലാമിന്റെ നിയമങ്ങൾ പഠിപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വല്ലാഹു യദഉ ഇലാ ദാരിസ്സലാം. അല്ലാഹു നിങ്ങളെ ക്ഷണിക്കുന്നത് സ്വർഗത്തിലേക്കാണ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നത്. അല്ലാഹു നിങ്ങളെ ക്ഷണിക്കുന്നത് സ്വർഗത്തിലേക്കാണ്. നരകത്തിൽ നിന്ന് അകന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് മാറി നിൽക്കാൻ, സ്വർഗത്തിലേക്ക് അടക്കാനുള്ള പ്രവർത്തനങ്ങളാണ് അല്ലാഹു ചെയ്യാൻ കൽപ്പിക്കുന്നത് എന്ന് ഖുർആൻ ശരീഫിലൂടെ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു യദഉ ഇലൽ ജന്ന, അല്ലാഹു തആല ക്ഷണിക്കുന്നത് സ്വർഗത്തിലേക്കാണ്. ഖുർആൻ വിവിധ രൂപങ്ങളിൽ വിവിധ വർണ്ണങ്ങളിൽ ഒരൊറ്റ ആശയം പല സ്ഥലങ്ങളിൽ ഇതുപോലെ വിശദീകരിച്ചു കാണാം. സ്വർഗത്തിന്റെ അവകാശിയാവണം, സ്വർഗത്തിന്റെ അധികാരിൽ ഉൾപ്പെടണം. അതിനുവേണ്ടിയാണ് സുന്നത്ത് ജമാഅത്ത് പ്രവർത്തിക്കുന്നത്, സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാര് പ്രസംഗിക്കുന്നത്. റസൂലുള്ളാഹി സ്വർഗാവകാശികൾ എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ട കൂട്ടരിൽ ഉൾപ്പെടാൻ റസൂലുള്ളാഹി പറഞ്ഞതും ഈ ഒരു സ്വർഗാവകാശി സ്വർഗത്തേക്ക് കടക്കാൻ വേണ്ടിയാ. പക്ഷേ ഇവിടുത്തെ വഹാബികൾ പറയുന്നത് ഞങ്ങൾക്ക് സ്വർഗത്തിന്റെ പ്രശ്നമില്ല. നിങ്ങൾ കേട്ടോളൂ. സ്വർഗത്തിൽ ഞങ്ങളാണ് എന്ന് ഞങ്ങൾ പറയാറില്ല. നരകത്തുക്കും സ്വർഗത്തുക്കും ആളുകളെ മാറ്റി നിർത്തുന്ന ഏർപ്പാടല്ല ഇവരിടത്തോളം സ്വർഗത്തിൽ ഞങ്ങളാണ് എന്ന് ഞങ്ങൾ പറയാറില്ല. നരകത്തുക്കും സ്വർഗത്തുക്കും ആളുകളെ മാറ്റി നിർത്തുന്ന ഏർപ്പാടല്ല ഇത് നിർവഹിക്കുന്നത്. സ്വർഗത്തിൽ ഞങ്ങളാണെന്നൊന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല. അത് നിങ്ങൾക്ക് അഭിപ്രായമില്ല, സംഗതി ശരി തന്നെയാണ്. അത് കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു പോയല്ലോ, സ്വർഗത്തിൽ നിങ്ങളാണ് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. അതുപോലെ തന്നെ പറയാം, ഞങ്ങൾക്ക് മുമ്പേ അഭിപ്രായമില്ല, നിങ്ങൾ നരകാവകാശികൾ തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ നാവ് കൊണ്ട് തന്നെ അള്ളാഹു ജനങ്ങളുടെ മുമ്പിൽ ആ സത്യം പറയിപ്പിക്കുകയാണ്. എന്താ പറയുന്നത്? സ്വർഗത്തിൽ ഞങ്ങളാണ് എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആവശ്യണിക്കുന്ന ഒരു ഏർപ്പാടുമല്ല ഇത്. നിങ്ങൾ ഒന്നുകൂടി കേട്ടോളൂ ആ രംഗം. സ്വർഗത്തിൽ ഞങ്ങളാണ് എന്ന് ഞങ്ങൾ പറയാറില്ല. നരകത്തുക്കും സ്വർഗത്തുക്കും ആളുകളെ മാറ്റി നിർത്തുന്ന ഏർപ്പാടല്ല ഇവരിടത്തോളം സ്വർഗത്തിൽ ഞങ്ങളാണ് എന്ന് ഞങ്ങൾ പറയാറില്ല. നരകത്തുക്കും സ്വർഗത്തുക്കും ആളുകളെ മാറ്റി നിർത്തുന്ന ഏർപ്പാടല്ല ഇത് നിർവഹിക്കുന്നത്. സ്വർഗത്തിലും നരകത്തിലും ആളുകളെ മാറ്റി നിർത്തുന്ന ഏർപ്പാടൊന്നും അല്ല ഇത്. പിന്നെ എന്താണ്? നിങ്ങൾ എവിടേക്കാണ് ആളെ കൊണ്ടുപോകണത്? കക്കൂസ് പോ.
അല്ല, ഞങ്ങൾക്കൊന്ന് അറിയണം എന്നൊരാഗ്രഹമുണ്ട്. സ്വർഗത്തുക്കും നരകത്തുക്കും ആളുകളെ കൊണ്ടുപോകുന്ന ഒരു ഏർപ്പാടൊന്നും അല്ല ഇത്. പിന്നെ എന്തിനു വേണ്ടിയാണ് തൗഹീദ് എന്ന പേരിൽ ഖുർആനും ഹദീസും കടഞ്ഞത്? വേറൊന്നും നിങ്ങൾക്ക് പറ്റൂല. ഖുർആനും ഹദീസും കടഞ്ഞതേ നിങ്ങൾക്ക് പറ്റൂ. ആ ഖുർആനും ഹദീസുമായിട്ട് എവിടേക്ക് ജനങ്ങളെ കൊണ്ടുപോകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ വഹാബി പ്രസ്ഥാനം ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നറിയാൻ ഞങ്ങൾക്ക് മോഹമുണ്ട്. അതിനൊരു മറുപടി അടുത്ത പ്രസംഗത്തിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ പറഞ്ഞ വ്യക്തി വഹാബികളുടെ നേതാവാണ്. അത് ഞങ്ങളാളല്ല എന്നൊന്നും പറഞ്ഞ് രക്ഷപ്പെടരുത്. നിങ്ങളാൾ തന്നെയാണ്, നിങ്ങളെ സ്വന്തം ആൾ തന്നെയാണ്. എന്നിട്ടും നിങ്ങൾ സ്വർഗാവകാശികളല്ല. ആ കാര്യം ഷുവർ, ഞങ്ങളത് പറയുന്നു. ഇല്ല, ഒരിക്കലും നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല. അതൊരു സത്യം. അതേസമയം ഞങ്ങൾ ഈ പ്രവർത്തിക്കുന്നത് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആളുകളെ കൊണ്ടുപോകാൻ വേണ്ടിയല്ല എന്ന് നിങ്ങൾ ഈ പറയുന്നതിന്റെ തത്വം എന്ത്, അതിന്റെ പിന്നിലെ ഗുട്ടൻസ് എന്താണ് എന്ന് സാധാരണക്കാരൊന്ന് പഠിപ്പിച്ചു കൊടുത്തൂടെ? നിങ്ങൾ വിവരമുള്ള ആൾക്കാരാണ്. വിവരമില്ലാത്ത വഹാബികളില്ലേ അള്ളാന്റെ ഭൂമിയിൽ? അവർക്കൊന്ന് ഇത് പഠിപ്പിച്ചു കൊടുത്താൽ വളരെ നന്നാകുമായിരുന്നല്ലോ. അപ്പൊ അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം. അതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാൻ. പിന്നെ നിങ്ങൾ ഇവിടെ ക്ഷണിക്കുന്നത്, നിങ്ങളുടെ നേതാക്കന്മാര് പറഞ്ഞ ഒരു പ്രസംഗം എന്താണെന്നറിയോ? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു. മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളോട് പറഞ്ഞ അതേ കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും മുമ്പിൽ പ്രദർശിപ്പിക്കുക. എന്നിട്ട് അതുമായി യോജിക്കാത്ത ചെത്തിക്കളയുക. വേറൊന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല. നിങ്ങളോട് വേറെ ഒന്നും മുജാഹിദ് പ്രസ്ഥാനത്തിന് പറയാനില്ല. ഈ മുജാഹിദ് പ്രവർത്തകന്മാരെ കണ്ടാൽ നിങ്ങൾ മുണ്ടിയിലെങ്കിലും വിരോധമല്ല, യാതൊരു പ്രശ്നവുമില്ല. നിങ്ങളെ വിശ്വാസങ്ങളും ആചാരങ്ങളും വിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും മുമ്പിൽ വെച്ച് പരിശോധിക്കുവാൻ മുജാഹിദ് പണ്ഡിതന്മാരും അറിയണ്ട. മുജാഹിദ് പ്രസ്ഥാനം ഈ തരത്തിലുള്ള പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ ഈ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ മനുഷ്യരെയും അറിയിക്കുന്നത് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച, ആ പ്രവാചകനിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ഇസ്ലാം എന്ന ആദർശം ശരിയാവണ്ണം ഉൾക്കൊള്ളണം എന്ന കാര്യമാണ്. വേറെ ഏതെങ്കിലും മദ്ഹബിലേക്കോ തുരീഖത്തുകളിലേക്കോ ഏതെങ്കിലും പണ്ഡിതന്മാരുടെയോ ചിന്തകന്മാരുടെയോ ആശയാദർശങ്ങളിലേക്കുള്ള ഒരു പ്രബോധന പ്രവർത്തനങ്ങളിലല്ല ഈ പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരും പ്രവർത്തകരും ഒഴുകിയിരിക്കുന്നത് എന്ന് സാന്ദർഭികവശാൽ ഞാൻ ഉണർത്തുകയാണ്. അതാണ് മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളോട് പറയുന്നത്. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം അത് നിങ്ങൾ ഖുർആന്റെയും ഹദീസിന്റെയും മുമ്പിൽ കൊണ്ടുപോയി വെക്കണം. എന്നിട്ടോ ആ പ്രവർത്തനവും ഹദീസും ഖുർആനുമായി ബന്ധമുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. മുജാഹിദ് മൗലവിമാരോട് നിങ്ങൾ ഈ കാര്യം അന്വേഷിക്കേണ്ടതില്ല, അവരോട് നിങ്ങൾ ചോദിക്കേണ്ടതില്ല. ഈ വഹാബി നേതാവായ AP അബ്ദുൽ ഖാദർ മൗലവിയുടെ പഴയ ഭാഷയാണ് അദ്ദേഹം പ്രയോഗിച്ചത്. മുജാഹിദ് മൗലവിമാരെ കണ്ടാൽ നിങ്ങൾ മുണ്ടിയില്ലെങ്കിലും വേണ്ടില്ല. മുണ്ട എന്ന് പറഞ്ഞാൽ അതൊക്കെ പഴയ ഭാഷയാണ്. മുജാഹിദ് മൗലവിമാരെ കണ്ടാൽ നിങ്ങൾ മുണ്ടിയില്ലെങ്കിലും വേണ്ടില്ല. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ യാഥാർത്ഥ്യം ഹദീസിന്റെയും അതുപോലെ ഖുർആന്റെയും മുന്നിൽ കൊണ്ടുപോയി നിങ്ങൾ വെക്കുക. എന്നിട്ട് അതിനോട് യോജിപ്പുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം എന്ന് പറഞ്ഞ് സാധാരണക്കാരന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നു ഖുർആൻ. ഞാൻ ചോദിക്കട്ടെ, 1980 മാർച്ച് മാസം പുസ്തകം 9 ലക്കം 5 പേജ് 32 വഹാബികളുടെ നേതാവായിരുന്ന വെളിയങ്കോട് ഉമർ മൗലവി എഴുതിയ പ്രസിദ്ധീകരിച്ച സൽസബീൽ എന്ന് പറയുന്ന പുസ്തകത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കിന് അല്ലാഹു അല്ലാതെ നേർച്ചക്കാരനില്ല, അല്ലാഹു അല്ലാതെ നേർച്ചക്കാരനില്ല. നമ്മളൊക്കെ ചെറുപ്പത്തിൽ തന്നെ പഠിച്ചിരുന്നത് അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹനില്ല, ആരാധനക്ക് അർഹനായി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് ഞങ്ങൾ ചെറുപ്പം മുതലേ പഠിച്ചതാണ്. എല്ലാവരും പഠിച്ച ഒരു യാഥാർത്ഥ്യമാണ്. 1980 മുതൽ ഇതുപോലുള്ള ഒരർത്ഥം, അല്ലാഹു അല്ലാതെ നേർച്ചക്കാരനില്ല എന്നൊരർത്ഥം വഹാബി നേതാക്കന്മാരുടെ ഈ നിങ്ങളുടെ വാദമനുസരിച്ച് ഖുർആന്റെയും ഹദീസിന്റെയും മുന്നിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഏത് ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഏത് ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കാര്യം നിങ്ങൾ തെളിയിക്കുന്നത്? ഞങ്ങളൊക്കെ ഒന്ന് അറിയണം. അനുയായികളോട് പറയുന്ന കാര്യങ്ങൾ, ചെയ്യുന്ന കാര്യങ്ങൾ
ഖുർആന്റെയും ഹദീസിന്റെയും മുമ്പിൽ കൊണ്ടുപോയി വെക്കാൻ പഠിപ്പിക്കുന്ന നിങ്ങൾ ഈ പറയുന്ന കാര്യം ഏത് ഹദീസിന്റെയോ ഏത് ആയത്തിന്റെയോ മുന്നിൽ കൊണ്ടുപോയി വെച്ചിട്ടാണ് നിങ്ങൾ തെളിയിച്ചത് എന്ന് ഈ നാട്ടുകാരുടെ മുമ്പിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ അറിവില്ലാത്ത ജനങ്ങളുടെ മുമ്പിൽ ഒന്ന് പ്രദർശിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാവുക. അടുത്ത പ്രസംഗത്തിൽ ഇതിന്റെ മാനദണ്ഡമേത് എന്ന് ഞങ്ങൾക്കറിയാൻ മോഹമുണ്ട്. നിങ്ങളത് ചെയ്യണം. ഖുർആനും സുന്നത്തും അതവിടെ ലക്ഷ്യം. ഈ പറഞ്ഞ വാക്കിന്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ വാക്കിന് അല്ലാഹു അല്ലാതെ നേർച്ചക്കാരനില്ല എന്ന അർത്ഥം ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇവിടെ പഠിപ്പിച്ചത് എന്ന് അടുത്ത പ്രസംഗത്തിൽ നിങ്ങളൊന്ന് പറയണം. പിന്നെ രണ്ടാമതായി, ഞാൻ സാധാരണ എല്ലാ സ്ഥലത്തും ചോദിക്കാറുള്ള ഒരു ചോദ്യം, ഇതുവരെ ഒരൊറ്റ വഹാബിക്ക് അതിനുള്ള മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. ഇത് പുളിക്കലങ്ങാടിയല്ലേ? പുളിക്കൽ ഒരുപാട് വഹാബികൾ തിങ്ങിപ്പാർക്കുന്ന രാജ്യമാണ്, തിങ്ങിപ്പാർക്കുന്ന നാടാണ്. നിങ്ങൾ നിങ്ങളുടെ അടുത്ത പ്രസംഗത്തിൽ വരുന്ന മൗലവിയോട് ഒരു കാര്യം ചോദിക്കണം. ഈ പുസ്തകം ഇസ്ലാമിക കർമ്മശാസ്ത്രം എന്ന് പറയുന്ന പുസ്തകമാണ്. 3-ാം ഭാഗം 5-ാം തരത്തിലേക്ക് കേരള നദുവത്തുൽ മുജാഹിദീൻ വിദ്യാഭ്യാസ ബോർഡ് പ്രസിദ്ധീകരിച്ചത്. പ്രസിദ്ധീകരണം മുജാഹിദ് സെന്റർ കോഴിക്കോട് 673-002. ഈ പുസ്തകത്തിന്റെ 16-ാമത്തെ പേജിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ പുസ്തകത്തിന്റെ 16-ാമത്തെ പേജിൽ നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം എന്താണ്? ഇതാ ആർത്തവം, ഹൈള്, ആർത്തവം. സ്ത്രീക്ക് പ്രായപൂർത്തിയായി എന്നതിന്റെ അടയാളമാണ് ആർത്തവം, മാസമുറ. നിങ്ങൾ ശ്രദ്ധിക്കണം. സ്ത്രീക്ക് പ്രായപൂർത്തിയായി എന്നതിന്റെ അടയാളമാണ് ആർത്തവം, മാസമുറ. ആർത്തവകാലത്തിന്റെ ഏറ്റവും ചുരുങ്ങിയ സമയപരിധി ഒരു രാവും പകലും 24 മണിക്കൂറാകുന്നു. സാധാരണ 6-7 ദിവസം ഉണ്ടായേക്കും. വളരെ അപൂർവമായി 15 ദിവസം വരെ നീണ്ടു നിന്നേക്കാം. ഇതിലും ദിവസം കൂടുന്ന പക്ഷം അത് ആർത്തവമല്ല, രോഗ കാരണമായ രക്തസ്രാവം, ഇസ്തിഹാലത്ത് ആണ്. നിങ്ങൾ ശ്രദ്ധിക്കുക. പെണ്ണുങ്ങൾക്ക് ഹൈലുണ്ടാകുന്ന സമയപരിധിയാണ് ഈ പഠിപ്പിക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയത് ആർത്തവകാലത്തിന്റെ ഏറ്റവും ചുരുങ്ങിയ സമയപരിധി ഒരു രാവും പകലും 24 മണിക്കൂർ. സാധാരണ 6-7 ദിവസം ഉണ്ടായേക്കും. വളരെ അപൂർവമായി 15 ദിവസം വരെ നീണ്ടു നിന്നേക്കാം. ഇതിനപ്പുറം കടന്നാൽ പിന്നെ അത് ഹൈലല്ല, അത് ഇസ്തിഹാലത്താണ് എന്ന് നിങ്ങൾ 5-ാം ക്ലാസ്സില് നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം അത് ഹദീസിന്റെയും ആയത്തിന്റെയും ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും മുമ്പിൽ കൊണ്ടുപോയി വെക്കാൻ അനുയായികളോട് വരെ കൽപ്പിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ മദ്രസ പാഠശാലയിലേക്ക് വേണ്ടി പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തില് ഹൈലിന്റെ സമയപരിധിയായി ചുരുങ്ങിയത് 1 ദിവസം, അതുപോലെ സാധാരണയിൽ 6-7 ദിവസം, ഏറിയാൽ 15 ദിവസം വരെ, അതിനപ്പുറം കടന്നാൽ ഹൈലല്ല എന്ന നിയമം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ഈ ചോദ്യത്തിന് മറുപടി പറയാൻ അല്ലാഹുവിന്റെ ഭൂമിയിലെ മുഴുവൻ വഹാബികളെയും ഞാൻ വെല്ലുവിളിക്കുന്നു. ഞങ്ങൾക്കിതിന് മറുപടിയുണ്ട്. ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പരിശോധിച്ച് പഠിച്ച് അംഗീകരിച്ച് പ്രഖ്യാപിച്ച നിയമമാണിത്. പെണ്ണുങ്ങളെ മക്കായിലും മദീനയിലേക്കും കടന്നു ചെന്ന് നാടിന്റെ നാനാഭാഗത്തിൽ നിന്നും വരുന്ന പെൺകുട്ടികൾ, സഹോദരിമാരെ അന്വേഷിച്ച് പിടിച്ച് അവരിൽ നിന്ന് അനുഭവത്തിലൂടെയുള്ള കാര്യങ്ങൾ പഠിച്ച് വ്യക്തമായി പഠിപ്പിച്ച ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ കാണിച്ചു തന്ന, പഠിപ്പിച്ചു തന്ന നിയമമനുസരിച്ച് ഞങ്ങളുടെ മദ്രസയിൽ പഠിപ്പിക്കുമ്പോൾ നിങ്ങളുടെ മദ്രസയിൽ അതേ നിയമം ഏത് രൂപത്തിലാണ് നിങ്ങൾ പഠിപ്പിച്ചത്? അതിനൊരു മറുപടി കിട്ടോ നിങ്ങൾ? അടുത്ത പ്രസംഗത്തിലാവൊന്ന് പറയണം. ഹൈല് 1 ദിവസം, ചുരുങ്ങിയാൽ 6-7, ഏറിയാൽ 15 ദിവസം. ഇതിന്റെ അപ്പുറത്തുള്ളത് ഹൈല്, അപ്പുറത്തുള്ള ഇസ്തിഹാദത്ത്, ഈ ദിവസങ്ങളിലുള്ളൊക്കെ ഹൈല് എന്ന് നിങ്ങൾ പഠിപ്പിച്ച ആ നിയമത്തിന്റെ മാനദണ്ഡം ഏത്? ഖുർആന? ആയത്തൊന്ന് ഓദിക്കാം. ഹദീസ? ഹദീസൊന്ന് ഓദിക്കാം. ഇനി സഹാബത്തിന്റെ എന്തെങ്കിലും വാക്കാ? അതൊന്ന് ഓത്, ഞങ്ങളൊന്ന് കേൾക്കട്ടെ.
സാധാരണക്കാരെ വഞ്ചിക്കാൻ ശ്രമിക്കുമ്പോൾ, അറിവില്ലാത്ത ജനങ്ങളെ വഞ്ചിക്കാൻ ശ്രമിക്കുമ്പോൾ, വഹാബി നേതാക്കളെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ ഈ സ്വഭാവം തുറന്നു കാണിക്കാൻ ഈ നാട്ടില് സുന്നത്തമാത്തിന്റെ പണ്ഡിതന്മാര് ജീവിക്കുന്നുണ്ട്. അവർ ജീവിക്കുന്ന കാലത്തോളം ഇല്ല ഇത്തരം വെട്ടിപ്പുകള് ലോകത്ത് നടത്താൻ നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് ഞങ്ങളിതാ പരസ്യമായി പറയുന്നു. അടുത്ത പ്രസംഗത്തിലൊന്ന് കേൾക്കട്ടെ. ഈ നാട്ടിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് ഈ നാട്ടിലെ വഹാബികൾ, നിങ്ങൾ ഈ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കണം. നിങ്ങൾ അടിച്ചതല്ലേ ഏത് ആയത്തിന്റെ പശ്ചാത്തലത്തിൽ, ഏത് ഹദീസിന്റെ പശ്ചാത്തലത്തിൽ, ഏത് സഹാബത്തിന്റെ വാക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറഞ്ഞത്? അപ്പൊ പറയും അത് ഷാഫി ഇമാമല്ലേ. ഓഹോ, അപ്പൊ ഷാഫി ഇമാമ നിങ്ങൾക്ക് പറ്റുമല്ലേ? ഞങ്ങൾ ഷാഫി മദ്ഹബ് സ്വീകരിച്ചതിന്റെ പേരിൽ, മറ്റൊരു കൂട്ടർ ഹനഫി മദ്ഹബ് സ്വീകരിച്ചതിന്റെ പേരിൽ, വേറൊരു കൂട്ടർ ഹംബലി മദ്ഹബ് സ്വീകരിച്ചതിന്റെ പേരിൽ ഞങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറന്തള്ളിയില്ലേ നിങ്ങൾ? ഇപ്പൊ കുഴങ്ങിയപ്പോ ഷാഫി ഇമാമ വേണം അല്ലേ? പെണ്ണുങ്ങൾക്ക് അയലുണ്ടാവുമല്ലോ, പെണ്ണുങ്ങൾക്ക് അയലുണ്ടാവുന്നുണ്ടാവും. രക്ഷപ്പെടണ്ടേ? രക്ഷപ്പെടണം. ഖുർആനിൽ കൊണ്ടുപോയി വെച്ചോക്കി, 30 ദിവസവും തെരഞ്ഞു, യാതൊന്നും കാണാനില്ല. ഹദീസ് മുഴുവനും പരിശോധിച്ചു, യാതൊന്നും കാണാനില്ല. പെണ്ണുങ്ങളെ ഹൈന്ദവര് വിധി കൊടുക്കണ്ടേ മൗലവിമാർക്ക്? ഓ, വിധി കൊടുക്കണം. രക്ഷപ്പെടുക തന്നെ. എവിടേക്കാ രക്ഷപ്പെടുന്നത്? ഇലാ ഹളറത്തിൽ ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി റളിയല്ലാഹുവിന്റെ അരികിലേക്ക്. വേറെ നിങ്ങൾക്ക് മാർഗമില്ല മക്കളെ, വേറെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. അവസാനം നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗം അത് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാര് മാത്രമാണ്. അന്ന് ഇന്നും ഷാഫി ഇമാമിലൂടെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ നിങ്ങളൊരു ശ്രമം നടത്തുന്നുവെങ്കിൽ ഞാൻ ഇന്ന് പറയട്ടെ, ഇനി ഈ കാലഘട്ടത്തിൽ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന വഹാബികളെ, നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഏക മാർഗം ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് ശൈഖുനാ എ.പി. അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന മഹാനായ പണ്ഡിതന്റെ കാൽക്കീഴിലല്ലാതെ ഇല്ല നിങ്ങൾക്ക് രക്ഷയുടെ മാർഗം കണ്ടെത്താൻ കഴിയില്ല എന്ന് ഞങ്ങൾ ഇത് പരസ്യമായി പറയും. ഇനിയും നിയമങ്ങൾ വരും, ഇനിയും മസലകൾ ജനിക്കും, ഇനിയും ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉടലെടുക്കും. ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല. പലതും ഇവിടെ പിറക്കാനിരിക്കുകയാണ്. ഇസ്ലാമിന്റെ പണ്ഡിതന്മാര് പറഞ്ഞ പലതും ഇവിടെ ജനിക്കാനിരിക്കുന്നു, പലതും ഇവിടെ പുലരാനിരിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ ആധുനിക ശാസ്ത്രം ഇനിയും ഇവിടെ പലതും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു. ആ പ്രശ്നങ്ങളിലൊക്കെ ഇസ്ലാമിന്റെ തനതായ രൂപം നിങ്ങൾക്ക് പ്രഖ്യാപിക്കാൻ കഴിയണമെങ്കിൽ അതാ പണ്ഡിത ശൃംഖല, 14 നൂറ്റാണ്ട് കാലത്തെ ചരിത്ര പാരമ്പര്യമുള്ള ആ മഹത്തായ പണ്ഡിത ശൃംഖലയിലൂടെ ഇങ്ങനെ കടന്നു വന്ന് അവസാനം ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് എ.പി. ഉസ്താദിന്റെ ഉമ്മരപ്പടിയിൽ ഒറ്റാനിച്ച് നിൽക്കാതെ നിങ്ങൾക്ക് നാവെടുക്കാൻ കഴിയില്ല, ഒന്നിലും ഉണ്ടാൻ കഴിയില്ല. ഇപ്പൊ പറഞ്ഞു, ബാലുശ്ശേരി പറഞ്ഞു, റസൂലുള്ളാഹിയുടെ മുടിയാണ് എന്ന് ഔദ്യോഗികമായി തെളിഞ്ഞാൽ ആ മുടി മുക്കിയ വെള്ളം കുടിക്കാൻ ആദ്യം ഞങ്ങളുണ്ടാകുമെന്ന് ഇവിടുത്തെ വഹാബികളെ ഇതാ പ്രസ്താവിച്ചിരിക്കുന്നു. ബാലുശ്ശേരി മുടി മുക്കിയ വെള്ളം കുടിക്കാൻ വരും അത്രേ. ഞങ്ങൾക്കറിയാം, മുടി മുക്കിയ വെള്ളമൊക്കെ മുമ്പുങ്ങൾക്ക്, ബർക്കത്തുള്ള വെള്ളമൊക്കെ മുമ്പുങ്ങൾക്ക് വിരോധമായി. അതൊക്കെ ശിർക്കായിരുന്നു. മന്ത്രിച്ചു പോയാൽ ശിർക്ക്, ഏലസ് കെട്ടിയാൽ ശിർക്ക്, സഹായം തേടിയാൽ ശിർക്ക്, ഒക്കെ കൊടിയ ശിർക്ക്. അങ്ങനെ ശിർക്കിന്റെ പെരുമഴ വർഷിപ്പിച്ചു. അവസാനം ഇപ്പൊ നിങ്ങൾ പറയുന്നു അത് റസൂലിന്റെ മുടിയാണെന്നതിന് തെളിവില്ല. അത് റസൂലിന്റെ മുടിയാണെന്ന് തെളിഞ്ഞാൽ ആ മുടി മുക്കിയ വെള്ളം കുടിക്കാൻ ഈ ബാലുശ്ശേരി വരുമെന്ന് ഇതാ പരസ്യമായി പറഞ്ഞെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇന്നല്ലെങ്കിൽ നാളെ കാന്തപുരത്തിന്റെ കൂടെ കുത്തിവേറ്റി ചെല്ലാൻ ഈ ബാലുശ്ശേരിയെ ഞങ്ങൾ കൊണ്ടുവരുമെന്ന് ഇതാ പ്രഖ്യാപിക്കുന്നു. നിങ്ങൾ കേട്ടോളേണ്ടി. കഴിയില്ല, രക്ഷപ്പെടാൻ കഴിയില്ല നിങ്ങൾക്ക്. ഞാൻ ഈ പറയുന്നത് വെറുതെ പറയുന്നതല്ല. സഹായം തേടാൻ പാടില്ല നിങ്ങൾ പ്രസംഗിച്ചില്ലേ? എന്തിയാതി പറച്ചിലാ പറഞ്ഞിരുന്ന് സഹായം തേടാൻ പാടില്ല എന്നുള്ളതിന് ഇത്ര വലിയ ഒരു തെളിവ് ദുനിയാവിലെവിടെയും പറഞ്ഞിട്ടില്ല. മരിച്ചുപോയവരോട് സഹായം ചോദിക്കാൻ പാടില്ല, മരിച്ചുപോയവരോട് സഹായം ചോദിക്കാൻ പാടില്ല, അത് ശിർക്കാകുന്നു എന്ന് നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. അതൊന്ന് വായിച്ചാൽ മനസ്സിലാവും എന്താണ്. മുസ്ലിയാരെ ഒന്നുകൂടി കേട്ടോളി.
മുഹിയുദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് തേടിയവൻ കാഫിറാകുന്നു. അതെ, അങ്ങനെ തേടാൻ ഉപദേശിക്കുന്നവനും കാഫിറാകുന്നു. അതിന് വിരോധമില്ലെന്ന് പറഞ്ഞവനും കാഫിറാകുന്നു. ആ വാദം തെളിയിക്കാൻ വേണ്ടി ഖുർആൻ ഹദീസ് ദുർവ്യാഖ്യാനം ചെയ്ത് തെളിവ് കൊടുത്തവൻ 1000 വട്ടം കാഫിറാകുന്നു. എങ്ങനെയുണ്ട്? ഇതാണ് അവധി. ഇപ്പൊ നിങ്ങൾ കേട്ടില്ലേ, മുസ്ലിയാരെ ഒന്നുകൂടി കേട്ടോളിന്നാ. അപ്പൊ ആദ്യം ഒന്ന് പറഞ്ഞിട്ടുണ്ടാവും, ഒന്നുകൂടി കേൾക്കണമെങ്കിൽ അതിന്റെ മുമ്പെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഏതായാലും മുഹദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് തേടിയവൻ കാഫിറാകുന്നു. നമ്മളൊന്ന് പറയാം, ഈ കൂടിയ സദസ്സിൽ എല്ലാവരും സുന്നികളായ ജനങ്ങൾ എല്ലാവരും കൂടി ഒന്ന് പറയാം, യാ ഗൗസു യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അഗ്സ്ന എന്ന് പറഞ്ഞാൽ എല്ലാവരും ഞങ്ങളെ സഹായിക്കണേ. ഈ നിയമം അനുസരിച്ച് എന്തായി? അത് പിന്നെ അത് കുഴപ്പമില്ല, അങ്ങനെ ചോദുന്നത് വിളിക്കുന്നത് കൊണ്ട് തെറ്റില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തെറ്റുണ്ടോ? അതെ, ഒക്കെ അത് മാത്രമല്ല, ഇനി അതിനു വേണ്ടി ആയത്തും ഹദീസും ദുർവ്യാഖ്യാനം ചെയ്യുന്നവൻ ഞാനാണിപ്പോ ഇതിന് ആയത്തും ഹദീസും ഓതാൻ പോണേ അല്ലേ? ഞാൻ 1000 വട്ടം കാഫിറാവുന്നു, ഒരൊട്ടും കെട്ടൊന്നുമല്ല. 1000 വട്ടം കാഫിറായ അതിന് ഓൻ എന്തിനാ വിളിക്കുക? ആദ്യം അത് വിളിച്ചോൻ കാഫിറായി, പിന്നെ അതിന് തരക്കേടില്ല എന്ന് പറഞ്ഞവൻ കാഫിറായി, പിന്നെ അത് കുഴപ്പമില്ല എന്ന് സമ്മതിച്ചവൻ കാഫിറായി, അതിന് തെളിവ് കൊടുത്തവൻ 1000 വട്ടം കാഫിറായി. അപ്പൊ അങ്ങനെ തെളിവ് കൊടുത്ത ഒരാളെ കാഫിർ എന്ന് വിളിക്കണമെങ്കിൽ ചുരുങ്ങിയത് ഒരു 3 ദിവസം പിടിക്കും. അതായത് ഒരു ഒഴിവുള്ള സമയം നോക്കിയിട്ട് ഏതെങ്കിലും ഒരു മലന്റെ മുകളിൽ കയറിയിട്ട് ഇതാ ഖുർആനും ഹദീസും തെളിവ് കൊടുക്കുന്നവൻ, ദുർവ്യാഖ്യാനം ചെയ്തവൻ, അവൻ കാഫിർ, അന്റെ കാറ്റ് പോകുന്നത് വരെയാണ്ട് വിളി. അപ്പോഴുള്ളത് തീരുള്ളൂ. ഒരു കൊണ്ട് തീരൂലായി. 1000 വട്ടം ഒത്തു വരണ്ടേ? 1000 വട്ടം കാഫിറായിപ്പവൻ. ഇങ്ങനെയൊക്കെ പ്രസംഗിച്ച നിങ്ങൾക്ക്, ഇങ്ങനെയൊക്കെ എഴുതിവിട്ട നിങ്ങൾക്ക് ഇപ്പൊ മഹത്തുക്കളോട് തേടുന്നതിന്റെ വിധി എന്താ? അല്ലേ? കുഴപ്പമൊന്നുമില്ല. ജിന്നുകളോട് സഹായം തേടാ, മലക്കുകളോട് സഹായം തേടാ, പിന്നെ അതുപോലെ തന്നെ മമ്പർദങ്ങളോട് തേടാ, പലരോടും തേടാ എന്നുള്ളവർക്ക് എത്തിയിട്ടുണ്ട്. ജിന്നാണെങ്കിൽ ജിന്നുകളോട്, അമേരിക്കയിലിരിക്കുന്ന ജിന്നോട് ഇങ്ങോട്ടൊരു അൽമനാറ് കൊണ്ടുവരുന്ന് പറയണതിന് കുഴപ്പമില്ല, സെക്കൻഡ് കൊണ്ട് അൽമനാറ് ഇവിടെ എത്തും. ഇവിടെ നിൽക്കുന്ന ജിന്നിനോട് അമേരിക്കയിൽ കൊണ്ടുപോയ ഒരു വിചിത്രം കൊണ്ടുപോയിട്ട് എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, അതൊക്കെ കപ്പൽ എവിടെ എത്തും. ഇതാണ് കഥ അല്ലേ? അപ്പൊ മറഞ്ഞ വഴിയിലൂടെയുള്ള കാര്യങ്ങളൊക്കെ ഏറെക്കുറെ ശരിയായി. അതായത് കുത്തുബിയത്തൊക്കെ ഏറെക്കുറെ ലെവലായി ഇങ്ങനെ വരുന്നുണ്ട്. ഒക്കെ ഏറെക്കുറെ അംഗീകരിച്ച് കൊണ്ടുവന്ന പല കാര്യങ്ങളും അംഗീകരിച്ച കൂട്ടത്തിൽ പലതും ഇപ്പൊ അംഗീകരിച്ചു വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാനിവിടെ കാണിക്കാം പലതും. അപ്പൊ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവർ അംഗീകരിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളുടെ നേതാവിന്റെ മരപ്പടിയിലെത്തും. ആ കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഞങ്ങൾ സമയം അടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ പറഞ്ഞത് മുടി മുക്കിയ വെള്ളം അത് സനതോട് കൂടിയാണെങ്കിൽ ഞങ്ങൾ കുടിക്കുന്നു. അതൊന്ന് കുടിച്ചാ പിന്നെ കഴിഞ്ഞില്ല മോനെ എന്റെ കഥ. പിന്നെ ആ റസൂലുള്ളാഹിയുടെ മുടി മുക്കിയ വെള്ളം ഉള്ളിലേക്ക് ചെന്നാൽ പിന്നെ ഇതന്നെയാണ് ഇവിടുത്തെ സുന്നി. അപ്പൊ അവിടേക്കുള്ള സമയം ഇങ്ങനെ അടുത്തത് വിളിച്ചു പറയുകയാണ് നിങ്ങളൊക്കെ. അപ്പൊ ഞാൻ പറയുന്നത് ഈ ഒരു ഹൈലിന്റെ മസല ഇവിടെ നിങ്ങൾ പ്രകടിപ്പിക്കുന്നത്, ഇവിടെ നിങ്ങൾ പറഞ്ഞത് ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് എന്നതിന് ഞങ്ങൾക്കൊരു തെളിവ് വേണം. ഖുർആനും സുന്നത്തും അല്ലേ? ഞങ്ങൾ ഷാഫി ഇമാമിന്റെ കാര്യം പറഞ്ഞു, ഞങ്ങൾക്കതിന് തെളിവുണ്ട്. നിങ്ങൾ ഏത് ഹദീസിന്റെയും ആയത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഇത് പറഞ്ഞത്? അത് ഞങ്ങൾക്കൊന്നറിയാം. പിന്നെ ജനങ്ങളെ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ഈ സമുദായത്തോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു ദിവസം റസൂലുള്ളാഹിയുടെ പ്രസംഗം നടന്നു. എങ്ങനെ പ്രസംഗിച്ച റസൂലുള്ളാഹി? നിസ്കരിച്ച് അസർ വരെ പ്രസംഗിച്ചു, സുബഹി നിസ്കരിച്ച് ദുഹർ വരെ പ്രസംഗിച്ചു, ദുഹർ നിസ്കരിച്ച് അസർ വരെ പ്രസംഗിച്ചു, അസർ നിസ്കരിച്ച് മഗ്രിബ് വരെ പ്രസംഗിച്ചു, മഗ്രിബ് മുതൽ ഇശ വരെ പ്രസംഗിച്ചു. റസൂലുള്ളാഹിയുടെ ദീർഘമേറിയ പ്രസംഗം. ആ പ്രസംഗത്തിൽ സഹാബത്ത് പറയുന്നു, അഖ്ബർനാ ബിമാ കാൻ വബിമാ ഹുവ കായിനുൻ ഇലാ യൗമിൽ ഖിയാമ. എല്ലാം റസൂൽ പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞു?
ഇതുവരെ സംഭവിച്ച എല്ലാ കാര്യങ്ങളും പറഞ്ഞു, ഇനി സംഭവിക്കാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളും റസൂലുള്ളാഹി പറഞ്ഞു എന്ന് അന്നത്തെ ദീർഘമായ പ്രസംഗം. അന്ന് റസൂൽ പറഞ്ഞ ഒരു വാക്കുണ്ട്, ഒറ്റ ഹദീസ്, അത് നിങ്ങൾ മനസ്സിലാക്കി. എന്താ? യകൂനു ഫീ ആഖിരിൽ സമാനി ദജ്ജാലൂന കദ്ദാബൂന യഅ്തൂനകും മിനൽ ഹദീസി. ബഹുമാനപ്പെട്ട റസൂൽ പറയാണ്, ബഹുമാനപ്പെട്ട റസൂൽ നമ്മളെ പഠിപ്പിക്കുകയാണ്, യകൂനു ഫീ ആഖിരിൽ സമാൻ, അവസാന കാലഘട്ടത്തിലുണ്ടാവും ആര്? ദജ്ജാലൂന കദ്ദാബൂന, ഒരു വിഭാഗം ദജ്ജാലുകൾ, കദ്ദാബുകൾ. എന്താ ദജ്ജാൽ എന്ന് പറഞ്ഞാൽ? സത്യത്തെ മറച്ചു വെച്ച് അസത്യത്തിന് പോലീസ് നൽകി സത്യമായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു വിഭാഗം. കദ്ദാബൂന, അവരധികരിച്ച് കളവ് പറയുന്നവരുമാണ്. സത്യത്തെ മറച്ചു വെക്കുക, എന്നിട്ട് ജനങ്ങളുടെ മുമ്പിൽ അസത്യം പറയും, എന്നിട്ടോ അത് സത്യമാണെന്ന് തോന്നിപ്പിക്കും. ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ സാധാരണ നമ്മളുടെ നാട്ടിലൊക്കെ മരിച്ച് മയ്യത്ത് കൊണ്ടുപോകുമ്പോ സുന്നികളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കേൾക്കാം, ലാ ഇലാഹ ഇല്ലല്ലാഹ്. മയ്യത്ത് കൊണ്ടുപോകുമ്പോ കേൾക്കാം, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നാൽ വഹാബികൾ മരിച്ച് മയ്യത്ത് കൊണ്ടുപോകുമ്പോ അങ്ങനെ കേൾക്കാറുണ്ടോ? വഹാബികള് കൊണ്ടുപോകുമ്പോ നിങ്ങൾ ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ടിട്ടുണ്ടോ? എന്താ ചെല്ലാത്തത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? എന്നാ അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ആ നേരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാൻ വഹാബികൾക്ക് നാവ് പൊന്തൂല. അതെന്താ സംഭവം? അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഒരു തീരുമാനം. ദുനിയാവിൽ വെച്ച് ആരംഭ റസൂലുള്ളാഹിയുടെ മൗലിദ് പാടിയാൽ, റസൂലിന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ, ബുർദ ചൊല്ലിയാൽ, ഇതുപോലെ പ്രവാചകന്റെ പ്രകീർത്തനങ്ങളൊക്കെ നടത്തിയാൽ, അതിന്റെ പേരിൽ ശിർക്കാരോപണം നടത്തി പ്രവാചക പ്രേമികളെ, പ്രവാചകന്റെ ആശിക്യങ്ങളെ ഇസ്ലാമിക കമ്പൗണ്ടിൽ നിന്ന് പുറന്തള്ളുന്ന ഈ വിഭാഗത്തിനെ കൊണ്ടുപോകുമ്പോ എന്റെ പേരും പറയാൻ പാടില്ല. അല്ലാഹു തആലക്ക് ഒരു വാക്ക്. അപ്പൊ കൊണ്ടുപോകുമ്പോ ഓൽക്ക് നാവ് പൊന്തൂല. ഞാൻ വെല്ലുവിളിക്കുന്ന നിങ്ങൾ ധൈര്യന്റെ ഒന്ന് ചെല്ലിയാണ്ട് പോയിക്കാൻ. എന്നാ അതൊന്ന് കാണണല്ലോ. എന്നാല് ഞാൻ പറഞ്ഞു നിങ്ങളെ കൊണ്ട് കഴിയൂല, നിങ്ങൾക്ക് നാവ് പൊന്തൂല എന്ന് ഞാൻ പറയുന്നു. എന്നാ അത് പൊന്തുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഈ പുളിക്കലങ്ങാടി കൂടെ ഒരൊറ്റ പോക്ക് പോയിക്കാൻ. അത് അല്ലാഹു തആലാന്റെ അലങ്കരീയമായ നിയമം. ആരംഭ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ താറടിക്കുന്നതിന്റെ പേരിൽ അവസാന നിമിഷത്തിൽ റബ്ബ് നിങ്ങൾക്ക് ഇറക്കിയ അദാബാണത്. അതിൽ നിന്ന് പിന്തിരിയാൻ ഇല്ല, നിങ്ങൾക്ക് സാധ്യമല്ല, ഒരിക്കലും കഴിയില്ല. അതൊരൊറ്റ പിടുത്താണല്ലാണ്ട്. അപ്പൊ ഞാൻ അതിലൊരു തെളിവ് വേണം. ഞങ്ങൾക്ക് ഇപ്പൊ പൊന്തുന്നില്ല എന്ന് പറഞ്ഞാൽ വസളല്ലേ? ഞങ്ങൾക്ക് നാളെ പൊന്തുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ കള്ളി പൊളിഞ്ഞില്ലേ? അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇവരൊരു ഐഡിയ കാട്ടി. എന്താണെന്നറിയോ? പരിശുദ്ധമായിരിക്കുന്ന ദീനുൽ ഇസ്ലാമിന്റെ നിയമങ്ങളെ പരിഹസിക്കുക. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ലോകപ്രശസ്ത ഗ്രന്ഥമാണ്, ശാഫിഈ മദ്ഹബിലെ മുഫ്താബിഹിയായ പ്രബലമായിരിക്കുന്ന ഗ്രന്ഥമാണ് തുഹ്ഫ എന്ന് പറയുന്ന ഗ്രന്ഥം. ആ തുഹ്ഫയുടെ ഒരു വാക്ക്, ഇതാരാ എഴുതുന്ന ആളെന്നറിയോ? അബ്ദുസ്സലാം സുല്ലമി എന്ന് പറയുന്ന ആളാണ്. ശാഫിഈ മദ്ഹബ് എന്ന് പറയുന്ന പുസ്തകമാണ് മൂപ്പര് എഴുതിയ ഈ പുസ്തകം. ഇത് പിന്നെ 1404 ശഅബാൻ മാസത്തിലാണ് പ്രസിദ്ധീകരിച്ചത്. പേജ് 29, പേജ് 90. അതിന്റെ 90ാമത്തെ പേജിൽ നിന്നിട്ട് പറയാണ്, മയ്യിത്ത് കൊണ്ടുപോകുമ്പോൾ സിക്ർ ചൊല്ലേണ്ട രൂപമുണ്ടല്ലോ, ആ രൂപത്തെ കുറിച്ച് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് എന്താ? ളാകിറൻ ബിലിസാനിഹി സിർറൻ, നാവ് കൊണ്ട് മെല്ലെ ദിക്ർ ചൊല്ലിപ്പോകണം. അതാണ്. ഉറക്കനെ ചെല്ലാൻ പാടില്ല, ശബ്ദോലാഹനങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല, അതുപോലെ തന്നെ ഒച്ചപ്പാടുകൾ ഉണ്ടാക്കാൻ പാടില്ല. അച്ചടക്കത്തോടെ മര്യാദയോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് ശബ്ദം അമിതമാക്കാതെ മെല്ലെ ചൊല്ലുക. ശബ്ദം ഉയർത്തപ്പെടരുത്. അതായത് ശബ്ദമുണ്ടാകാം, ശബ്ദത്തിന് റഫഅ പാടില്ല, സൗത്തും റഫഉം തമ്മിൽ മേളിക്കാൻ പാടില്ല. അതാണ് കർമ്മശാസ്ത്രത്തിൽ പറയുന്നത്, ഫലാ യുർഫഉ സൗത്തു, ശബ്ദത്തിന് റഫഅ പാടില്ല, ശബ്ദം പാടുണ്ട്, അത് റഫഅ ചെയ്യരുത്. ശബ്ദവും റഫഉം രണ്ടെണ്ണമാണ്. അപ്പൊ ഈ ശബ്ദം അത് കോലാഹലങ്ങളില്ലാതെ മെല്ലെ ചൊല്ലിക്കൊണ്ട് പോകണം. ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹിയുടെ പ്രബലമായ ശാഫിഈ ഗ്രന്ഥത്തിലെ പ്രബലമായ തുഹ്ഫയിൽ ഇമാം ഇബ്നു ഹജർ ഹൈതമി ളാകിറൻ ബിലിസാനിഹി, അതിന് അബ്ദുസ്സലാം സുല്ലമി പരിഭാഷപ്പെടുത്തുന്നു. നോക്കിക്കോളൂ, നാവ് കൊണ്ട
മരണത്തെയും ദുന്യാവിലെ ക്ഷണികതയെയും മറ്റും ഓർക്കുക. നാവ് കൊണ്ട് രഹസ്യമായി ശബ്ദിക്കരുത്. നാവ് കൊണ്ട് ഓർക്കരുത്. എങ്ങനെയല്ല ഈ പണി? നിങ്ങൾ കൊണ്ട് വർത്താനം പറയാ, കാല് കൊണ്ട് ചിരിക്കുക, ദുബറ് കൊണ്ട് കേൾക്കുക. ഈ പണിയൊന്നും സുന്നികൾക്ക് അറിയില്ല. ഇങ്ങനത്തെ ഒരു പരിപാടികൾ സുന്നികൾക്ക് അല്ലാഹു നിയമിച്ച ചില പ്രത്യേകമായ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. കണ്ണുകൊണ്ട് കാണും, കാതുകൊണ്ട് കേൾക്കും, നാവ് കൊണ്ട് വർത്താനം പറയും, മൂക്ക് കൊണ്ട് വാസനിക്കും, കാലുകൊണ്ട് നടക്കും. ഇങ്ങനെയുള്ള ചില പരിപാടികൾ അല്ലാഹു സംവിധാനിച്ച ആ സംവിധാനത്തിലൂടെയുള്ള പണി. നാവ് കൊണ്ട് ഓർക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ നിൽക്കുക? ഓന്റെ ബൊമ്മകളെ തൊള്ളായി ഈ 21-ാം നൂറ്റാണ്ടിൽ ഇത് പറയാൻ ഓർത്തല്ലോ. ഇതാരാ ഇത് പറഞ്ഞത്? വഹാബികളുടെ ശൈഖുൽ ഹദീസ് അബ്ദുസ്സലാം സുല്ലമി എന്ന് പറയുന്ന ഹദീസ് പണ്ഡിതൻ മൂപ്പരായി ഇത് പറയുന്നത്. നാവ് കൊണ്ട് രഹസ്യമായി ഓർക്കാം. ഞാൻ ഇവിടുത്തെ എല്ലാ വഹാബികളോടും, അപ്പൊ ഇവിടെ 2 വഹാബികൾ, ഇപ്പൊ 2 സൈസാണ് വഹാബികൾ. അവര് പറയും അത് ഓൻ പറഞ്ഞതല്ലേ, അത് ഇവൻ പറഞ്ഞു. പക്ഷെ ഇത് ആ കാലഘട്ടത്തിൽ പറഞ്ഞതല്ല. ഇത് നിങ്ങളൊക്കെ ഒരേ ആൾക്കാരായി, സ്വർഗത്തിന്റെ അവകാശികളായി, തൗഹീദിന്റെ പ്രചാരകരായി ഓരോ തോളോട് തോളൊരുമ്മിക്കൊണ്ട് കുടിച്ചു കൂട്ടി ആലിംഗനം ചെയ്ത് ഉമ്മ വെച്ച് ചുംബിച്ച് നാറ്റിയ കാലഘട്ടത്തിന് ഉണ്ടായ പ്രഖ്യാപനമാണ്. അതുകൊണ്ട് ഇതിനൊരു മറുപടി പറയണം. എങ്ങനെയാണ് നാവ് കൊണ്ട് ഓർക്കുക? 14 നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ വാക്കാണ് 21-ാം നൂറ്റാണ്ടില് നാം പുലർന്നു കാണുന്നത്. ദജ്ജാലൂന, സത്യത്തെ മറച്ചുവെച്ച് അസത്യത്തിന് പോലീസ് നൽകി അത് സത്യമായി അവതരിപ്പിക്കുന്ന ഒരു വിഭാഗം. എത്ര വിശദമായി, എത്ര സത്യസന്ധമായി ലോകനേതാവിന്റെ പ്രഖ്യാപനം പുലരുന്നു. ഇതൊന്ന് ആലോചിക്കണം പ്രിയമുള്ള സഹോദരന്മാരെ. ഇതൊക്കെ വെറുതെ പറയുന്നൊന്നല്ല, ഇതൊക്കെ ഉള്ളതാ, നിഷേധിക്കൊന്നുമില്ല. പിന്നെ നമ്മളെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടുന്നതെന്നറിയോ? എന്നെ പറ്റിയിട്ട് സാധാരണ ഒരു വർത്താനുണ്ട്. എന്തെന്നറിയോ? ഞാൻ വഹാബികളെ വല്ലാതെ പരിണാളാണ്. ഞാൻ വഹാബികളെ വല്ലാതെ പരിണാളാണെന്നാണ് എന്നെ പറ്റിയ. എന്തും ഞാൻ പറയും, ഞാൻ പറയാത്തത് ഒന്നും തന്നെ ഇല്ല. അങ്ങനെ പലതും എന്നെ പറ്റി എന്ത് ചെയ്യലുണ്ട്, പറയലുണ്ട്. അതിന്റെ പേരിൽ പല പ്രശ്നങ്ങളും ബാലുശ്ശേരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ വിളിച്ചു സംഗതി ശരിയാണ്. ഞാൻ വിളിച്ചിട്ടുണ്ട്, വിളിക്കും ചെയ്യും, വേണ്ടി വന്നാൽ ഞാൻ വിളിക്കും ചെയ്യും. സുന്നത്തി ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ, ഇസ്ലാമിക തറവാട്ടിൽ പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാരെ ദേശോവധം ചെയ്തുകൊണ്ട് ഏതെങ്കിലും വഹാബിയുടെയോ മൗദൂദിയുടെയോ വായിൽ നിന്ന് എന്തെങ്കിലും വേണ്ടാത്ത ഒരു വാക്ക് പുറത്തു വന്നാൽ ഇൻഷാ അല്ലാഹ് പലിശ അടക്കം അതിനെ തിരിച്ചടിച്ചിട്ടല്ലാതെ ഞങ്ങൾ അടങ്ങുന്ന പ്രശ്നമില്ല. എന്റെ അവസാന ശബ്ദം വരെ ഞാൻ നിങ്ങൾക്കെതിരിൽ തിരിച്ചടിക്കും. പാർസൽ നിർത്തിക്കോ, ഒരു കുഴപ്പമില്ല. നല്ല നിലക്കാണോ, നല്ല നിലയ്ക്ക് നമുക്ക് വരാം. ഇപ്പൊ നിങ്ങളെ പ്രസംഗത്തിന്റെ കേസത്തിൽ വലിയൊരു സ്ട്രോങ് ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ അതിനടിസ്ഥാനത്തിൽ കുറച്ച് നിങ്ങൾക്ക് സ്ട്രോങ് കാണാൻ, സ്ട്രോങ്ങിന്റെ ഒരു കുറവ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി ബാലുശ്ശേരി വെച്ച് സെക്രട്ടറിയാസലായി വെച്ച് എന്നിട്ട് പറയും നന്നാക്കി ഒന്ന് പറയണമെന്ന് പറയണവരെ കൊണ്ട്, എന്നിട്ട് നന്നാക്കി ഒന്ന് പറയിപ്പിക്ക്. ഇൻഷാ അല്ലാഹ് യഥാർത്ഥ അംസക്കോയ വാക്കവി അന്ന് പുളിക്കൽ പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്യും എന്ന് നിങ്ങൾ മനസ്സിലായിക്കോട്ടെ. പറഞ്ഞോളൂ, ഞങ്ങൾക്ക് അതിന് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് നല്ലോണം പറയാൻ കഴിയും. പറഞ്ഞില്ലെങ്കിലോ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. ഞങ്ങൾ അങ്ങനെയും പറയില്ല, ഒക്കെ ഞങ്ങൾക്കറിയാം. സക്കരിയ സലാഹി ഒരിക്കൽ ആരോ ഒരു പ്രസംഗത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ താനാളൊരു പ്രസംഗിച്ചതിന് ശേഷം പിന്നെ ഒരു പ്രസംഗത്തിന് വേണ്ടിയിട്ട് ക്ഷണിച്ചു. മൂപ്പരെടുത്ത് പോയിക്കാണ്ട് അംസക്കോയ ബാക്കവി ഇന്ന സ്ഥലത്ത് പ്രസംഗിച്ചിട്ടുണ്ട്, നിങ്ങളൊന്നാണ്ട് വരുമോ എന്ന് ചോദിച്ചാണ്. അപ്പൊ മൂപ്പര് പറഞ്ഞ മറുപടി എന്താ അറിയോ? ചങ്ങായിമാരെ, ഞാൻ അയാളായിട്ട് പറഞ്ഞാലെത്തൂല. കാരണം എന്താ? ഞാൻ മുമ്പ് അയാൾക്ക് മൂലക്കുരു ആണെന്നൊന്ന് പറഞ്ഞുപോയി. റഹ്മാനായ റബ്ബേ, അതിന് ഞാൻ കേട്ടുക്കളേന് കണക്കില്ല. ശരിയാണ്, കേൾക്കൂലേ? എനിക്ക് മൂലക്കുര എന്ന് പറഞ്ഞ് ഓനെ വിടാറുണ്ടോ? അത് ഞാൻ തീരുമാനിക്കേണ്ടത്. എനിക്കെന്നെ അറിയില്ല എനിക്ക് മൂലക്കുരുണ്ടോ. പിന്നെ ഓനെങ്ങനെയാ അത് പറയാ? അപ്പൊ പിന്നെ ഓനെ വിടാൻ പാടുണ്ടോ? ഇല്ല, നന്നാക്കിയാണ്ട് വിളമ്പി. അങ്ങനെ തന്നെ, ചെറിയതൊന്നല്ല പരിപാടി. ഒന്നിങ്ങോട്ട് പറഞ്ഞ അങ്ങനെ തന്നെ തിരിച്ചു കൊടുത്തു. അവസാനം ഒരു പ്രസംഗത്തിൽ അവൻ താനാളൂർ വെച്ചുകാണ്ട് പറഞ്ഞു എന്തെന്നറിയോ? ചങ്ങായിയെ, ഒരു സൈക്കിളും കൂടി ചവിട്ടാൻ കഴിയാത്ത അന്നെ എന്തിനാ പറ്റുക? അടുത്ത പ്രസംഗത്തിന് ഞാൻ സൈക്കിൾ മേലാ പോയത്, പോയി ചോദിച്ചു നോക്കി നിങ്ങൾ. മനസ്സിലായില്ലേ? അതിന് പ്ലെയിനിൽ പറഞ്ഞ പ്ലെയിനിൽ പോകും. ഞാനത് തീരുമാനിച്ചിരിക്കുകയാണ്. എനിക്കാവുന്ന ഒരു പ്രശ്നമല്ല. ഇവിടുത്തെ സക്കരിയ സലാഹിയെ പോലുള്ള ബാലുശ്ശേരിയെ പോലുള്ള വഹാബി ഭീകരന്മാരെ തളക്കാൻ ചിലപ്പോ പോസ്റ്റ് വണ്ടിയിലും ഞാൻ പ്രത്യക്ഷപ്പെടും. അതൊന്നും അസൂയപ്പെട്ടിട്ട് ഉണ്ടാവില്ല. മനസ്സിലായോ? കേറും ഞാൻ പോത്തിന്റെ പുറത്ത്.
നിങ്ങളെ നേരക്ക് ഞാൻ വരും, അതെന്റെ തീരുമാനമാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ നിങ്ങൾ തെറി പറയരുത്. നിങ്ങൾക്ക് ആശയം പറയാം, അവരെ നിങ്ങൾ താരടിക്കരുത്. ഇസ്ലാമിക കമ്പൗണ്ടിൽ നിങ്ങൾ പുറന്തള്ളാൻ പാടില്ല. ഇസ്ലാമിന്റെ കമ്പൗണ്ടിൽ നിന്ന് പുറന്തള്ളി പച്ച കാഫിറുകളും മുസ്ലിങ്ങളുമാണ് എന്ന് ഞങ്ങളെ പറ്റി പറയുമ്പോ ഈമാനുള്ള ഞങ്ങളുടെ മനസ്സിൽ നൊമ്പരമുണ്ടാകും. ആ നൊമ്പരം ഒരുപക്ഷെ കൊടുങ്കാറ്റായി തിരിച്ചടിക്കും. അത് തടുക്കാൻ ഇല്ല, നിങ്ങൾക്ക് കഴിയില്ല എന്ന് ഞാൻ പറയുന്നു. അതിന് ഞങ്ങളുടെ വന്യരായ നേതാവ് ശൈഖുനാ എ.ടി. അബൂബക്കർ മുസ്ലിയാർ ഞങ്ങളെ മുന്നിലുണ്ടാവും. അതങ്ങനെ തന്നെയാണ്. സക്കരിയ്യ സ്വലാഹി പറഞ്ഞു, നദ്വത്തുൽ മുജാഹിദീൻ വരണം, സൗദി അറേബ്യയുടെ ഭരണം നദ്വത്തുൽ മുജാഹിദീന്റെ കരങ്ങളിൽ കിട്ടിയാൽ ആദ്യം ഞങ്ങൾ റസൂലുള്ളാഹിയുടെ പച്ചക്കുപ്പ തകർക്കുമെന്ന് സക്കരിയ്യ സ്വലാഹി പ്രസംഗിച്ചു. അപ്പൊ ഞാൻ എന്താ പറഞ്ഞേ? അതിന് എനിക്ക് കഴിയൂല എന്നൊന്നല്ല ഞാൻ പറഞ്ഞേ. അങ്ങനെ നീ റസൂലുള്ളാഹിയുടെ കുബ്ബ തകർക്കാൻ മദീനയിലെത്തിയാൽ അത് തടയാൻ ഈ ഒറ്റക്കാല് കൊണ്ട് അംസക്കോയ വാക്കവി നിന്റെ മുന്നിലുണ്ടാകും എന്നാ ഞാൻ അന്ന് പ്രസംഗിച്ച് ചോദിച്ചു നോക്കേണ്ടി. അന്ന് നെറ്റിയിലാണോ? ഇനിയോ മദീനത്തേക്ക് പോവില്ല, അവന്റെ മനസ്സിലാവുക അംസക്കോയ വാക്കവി ഉണ്ടാവും എന്നുള്ള കാര്യം. അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലായിക്കോളൂ. എന്ത് പറഞ്ഞോളൂ, നമുക്ക് പറയാം, ഒരു കുഴപ്പമില്ല. നല്ല നിലക്കാണ്, നല്ല ഏത് നിലക്കായാലും. ഹദീസാണെങ്കിൽ ഹദീസ്, ഖുർആനാണെങ്കിൽ ഖുർആൻ. ബാലുശ്ശേരി ഖുർആന്റെ ആളല്ലേ. എന്നാൽ ഇനി അടുത്ത പ്രസംഗത്തിൽ ബാലുശ്ശേരി ഇവിടെ വന്നിട്ട് മുഴുവൻ ആയത്ത് കൊണ്ട് മറുപടി പറയട്ടെ, ആയത്ത് കൊണ്ട് പ്രസംഗിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ആ ആയത്തിന് ഒരായത്തിന് രണ്ടായത്ത് തോതിൽ ഉദ്ധരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞിട്ട് ഞാൻ ഈ പുളിക്കിഴങ്ങാടിയിൽ നിന്ന് തിരിച്ചു പോകൂ. ഹദീസാണെങ്കിൽ ഹദീസ്, പണ്ഡിത ഉദ്ധരണിയാണെങ്കിൽ പണ്ഡിത ഉദ്ധരണി. ഇനി പോകട്ടെ, നിങ്ങൾ രചിച്ച നിങ്ങളുടെ പുസ്തകം കൊണ്ടൊരു മറുപടി പറയാൻ നിങ്ങൾ ഒരുക്കമുണ്ടോ? അതേ നാണയത്തിൽ നിങ്ങൾക്ക് മറുപടി പറയാൻ ഇൻഷാ അല്ലാഹ് അംസക്കോയ വാക്കവി പുളിക്കിഴങ്ങാടിയിലെത്തും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ എല്ലാം നല്ല നിലയ്ക്ക് കൊണ്ടുപോകുക. ആരും പെട്ടെന്നൊന്നും ആക്ഷേപിക്കണ്ട. ഏതിനെ പിടിച്ചു കണ്ടാണ്ട് കെട്ടിടണം, അല്ലാഹു തങ്ങളാണ്ട് കെട്ടിടണം. പിന്നെ സഖാഫിമാരൊക്കെ തങ്ങലക്കിടണം, പിന്നെ ഖലീൽ പിടിച്ചു കാണ്ട് മറ്റോടത്ത് പൂട്ടണം. എന്ത് വർത്താനാ ഇതൊക്കെ? ചെങ്ങൈമാരെ, ഖലീൽ തങ്ങൾക്ക് നിങ്ങളെ ഒരു നൂർണത്തിന് ഇങ്ങനെ തിരുമ്പാണ്ടോ? ഉണ്ടോ? എന്നിട്ട് എന്താ ഈ പ്രസംഗിക്കുന്നതിനൊക്കെ അർത്ഥം? നിങ്ങളെ കെട്ടിടാനെന്ന് പറഞ്ഞാണ്ട് മലപ്പുറത്ത് ഖലീൽ തങ്ങൾ എടുത്ത് വന്നിട്ട് പോയി നോക്കിയാ അപ്പൊ കാണാ തൗഹീദ് ഏരുടെ തൂറ്റുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനത്തെ വർത്താനൊന്നും പറയരുത്. അതൊക്കെ അവിവേകമാണ്. അത് ഞങ്ങൾക്ക് മാത്രമല്ല, സുന്നികൾക്ക് മാത്രമല്ല, വഹാബികളും മൗദൂദികളും എല്ലാ ചിന്താഗതിക്കാരും അത്തരം പ്രയോഗങ്ങളെ വെറുക്കും. അവർക്കൊന്നും അത്ര ആശയങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയില്ല. നിങ്ങൾക്ക് ധൈര്യത്തിൽ പറയാൻ കഴിയോ? ഇവിടെ ബാലുശ്ശേരിയും സക്കരിയ്യ സ്വലാഹിയും പ്രസംഗിക്കുന്ന ആശയങ്ങളെ വ്യക്തമായി ഉൾക്കൊള്ളാൻ ഇവിടെ വഹാബികൾക്ക് കഴിയോ? കഴിയില്ല. മൗദൂദികൾക്ക് കഴിയോ? കഴിയില്ല. അപ്പൊ അതൊക്കെ ഒരു സത്യത്തിന്റെ റൂട്ടിലൂടെയുള്ള ചലനങ്ങളാവുമ്പോൾ വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, എന്നെപ്പറ്റി ഇങ്ങനെ ഒരു ആക്ഷേപം, എന്ത് വഹാബികളെ വല്ലാതെ പരിണാളും. ഞാനിത് പറച്ചിലൊടുങ്ങിയത് എന്നാന്ന് ചോദിച്ചാൽ 1977 ആഗസ്റ്റ് മാസം പുസ്തകം 7 ലക്കം 5 പേജ് 29 സൽസബീൽ. ഈ സൽസബീൽ മാസിക കയ്യിൽ കിട്ടിയ അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ ഒരു വേദനിക്കുന്നത്. ഇതിൽ ഞാൻ എന്താ കണ്ടതെന്നറിയോ? ഇതാ, അള്ളാഹുവിന്റെ അടുക്കലേക്ക് മധ്യസ്ഥന്മാർ വേണ്ട എന്ന് പ്രവാചകന്മാർ പഠിപ്പിച്ചു. മുജാഹിദുകൾ ഇത് പ്രചരിപ്പിക്കുന്നു. അള്ളാഹുവിന്റെ അടുക്കലേക്ക് മധ്യസ്ഥന്മാർ കൂടാതെ ഒക്കുകയില്ലെന്ന് അബൂജഹൽ ഹാജിയാര് പറഞ്ഞു. അബൂജഹൽ ഹാജിയാർ ആയിക്കോട്ടെ, അബൂജാഹിലിനെ എന്ത് പിന്നെ സലാഹിന്ന് വിളിച്ചാലും വേണ്ടില്ല, അബൂജാഹിലിനെ സുല്ലമിന്ന് വിളിച്ചാലും വേണ്ടില്ല, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, വിളിച്ചോ. അബൂജാഹിൽ ആരാന്ന് നാട്ടുകാർക്ക് അറിയല്ലോ, ഇല്ലേ? അതൊക്കെ പോട്ടെ, ഇബ്ലീസിന് വരെ അറിയാം അബൂജാഹിൽ ആരാണ്. പിന്നെ ഇപ്പൊ നമ്മളതിന്റെ മേലെ ഒച്ചപ്പാടാക്കണ്ട. ഏതായാലും അബൂജഹൽ ഹാജിയാർ പറഞ്ഞു, സമസ്ത മുസ്ലിയാക്കന്മാർ ഇത് പ്രചരിപ്പിക്കുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വമിനൽ ഉലമായി സുന്നിയീൻ എന്നെല്ലാവരും പറയാം. അബൂജഹൽ ഹാജിയാരുടെ സിദ്ധാന്തങ്ങൾ പ്രചരിപ്പിക്കുന്നത് കൊണ്ട് ശൈത്താനെ തൊട്ട് കാവൽ ചോദിക്കുന്ന സമയത്ത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ വമിനൽ ഉലമായി സുന്നിയീൻ എന്ന് കൂടി പറയണം. ശൈത്താനെ തൊട്ടും സുന്നി പണ്ഡിതന്മാരെ തൊട്ടും നിങ്ങളോട് ഞാൻ കാവൽ ചോദിക്കുന്നു.